പുസ്തകങ്ങളെ തുറക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം ആണ് ചിന്തിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ഇന്നുകൊണ്ട് എന്നെ ഈ ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. 7-ാമത് അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായമാണ് എൻ്റെ ഇന്ന് പ്രസംഗത്തിനുള്ള ഒരു തീം. അതെന്നെ കർത്താവ് ഈ ദിവസങ്ങൾ ചിന്തിപ്പിക്കുകയും ഓരോ പ്രാവശ്യം ഞാൻ അതിനകത്ത് പങ്കുവയ്ക്കും. ദൈവാത്മാവ് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് വ്യക്തിപരമായിട്ട്. കർത്താവ് സഹായിക്കട്ടെ. 7-ാം അധ്യായം എൻ്റെ പ്രിയ സുഹൃത്ത് ജോയ്സ്, അദ്ദേഹം ഇപ്പോൾ എത്തുന്നു, തന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. റാന്നിയിലാണ്. 7-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു കഫർന്നഹൂമിലെ ഒരു വച്ച് ശതാധിപം വരികയാണ്. അപ്പോൾ ആ ശതാധിപം വന്നപ്പോൾ റെക്കമെൻഡേഷൻ ഇതാണ്: യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് തൻ്റെ ദാസനെ രക്ഷിക്കാൻ വേണ്ടി ഈ ശതാധിപൻ കുറച്ച് പേരെ യേശുവിൻ്റെ അടുക്കിലോട്ട് അയക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവിനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 7-ാം അധ്യായത്തിൽ. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് കാണുക. ഒന്ന്, ഈ കഫർന്നഹൂമിലെ ശതാധിപൻ്റെ അടുക്കൽ കർത്താവ് വരുന്നു അവൻ്റെ ദാസന് വേണ്ടി. 2-ാമത്തെ സംഭവം, നയ്യം പട്ടണത്തിലെ വിധവയുടെ മകൻ്റെ മഞ്ചത്തിൽ കർത്താവ് തൊടുന്നു. 3-ാമത്തെ സംഭവം, യോഹന്നാൻ സ്നാപകൻ ഒരു കൺഫ്യൂഷൻ, വരാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണം. 3-ാമത്തെ സംഭവം, യേശു ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ വന്നിട്ട് കർത്താവിൻ്റെ കാല് കണ്ണീര് കൊണ്ട് തുടച്ച് മുടി കൊണ്ട് തോർത്തി തൈലാഭിഷേകം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു സംസാരവും ക്രിസ്തു അതിന് പറയുന്ന മറുപടിയും. അതങ്ങനെ 4 സംഭവങ്ങൾ ഈ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിൽ 1-ാമത്തെ സംഭവമാണ് ശതാധിപൻ്റെ കാര്യമാണ്. എനിക്ക് ശതാധിപനുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൂത് പങ്കുവയ്ക്കുകയാണ്. പ്രസംഗവും ദൂതും രണ്ടും രണ്ടാണ്. പ്രസംഗികൻ എന്ന് പറയുന്നത് ഒരു കലയുടാണ്. പ്രസംഗം ഒരു കലയാണ്, അല്ലേ? പ്രസംഗം എന്താണ്? ഒരു കലയാണ്. അതൊരു ഇൻബോൺ ടാലൻ്റാണ് പ്രസംഗം. അതിന് തെറ്റിദ്ധരിക്കേണ്ട, ഇൻബോൺ ടാലൻ്റ്. എന്നാൽ ദൂതെന്ന് പറയുന്നത് കലയും കലാപരിപാടിയും ഒന്നുമല്ല, അത് കർത്താവ് തരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ചിലർക്കൊക്കെ ഈ ക്രിസ്തു, നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എവിടെയെങ്കിലും ഒരു അവസരത്തിനൊക്കെ കിട്ടുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്ന കൊണ്ട് നമ്മൾ ഞെട്ടിത്തരിച്ച് വെട്ടി പൊട്ടി കരഞ്ഞ് തകർന്നു പോകും. അതൊരു പരിധിക്ക് അപ്പുറത്തോട്ട് എന്താണ്? പ്രസംഗ പാഠവുമാണ്. പ്രസംഗപാഠം എല്ലാവരുടെയും അല്ലെങ്കിലും പലരുടെയും പ്രസംഗ പാഠമാണ്. എന്നാൽ അപ്പം തന്നെ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ധാരാളം അങ്ങനെയുള്ള സാഹിത്യകാരന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ക്രിസ്തുവുമായിട്ട് ഒക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. അപ്പം ദൈവം സഹായിക്കട്ടെ. അങ്ങനെ 4 സംഭവങ്ങൾ ഈ 7-ാം അധ്യായത്തിലുണ്ട്. 4 സംഭവങ്ങൾ ഈ 7-ാം അധ്യായത്തിലുണ്ട്. അതിൽ 1-ാമത്തെ സംഭവമാണ് ഈ ശതാധിപൻ്റെ കാര്യം. ശതാധിപന് കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ ശതാധിപന് വേണ്ടി കുറച്ച് പേരെ യേശു കർത്താവിൻ്റെ അടുക്കലോട്ട് റെക്കമെൻഡേഷന് വേണ്ടി അയക്കുകയാണ്. നമ്മൾ സാധാരണ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. നമുക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എഴുതുന്നവരുണ്ട്. സാധാരണ റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതുന്നൊരു കാര്യമാണ് ഇത്. ഈ കത്തും കൊണ്ട് വരുന്ന ഒരാൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആളാണ്. അങ്ങനെ കത്തെഴുതുന്ന ഒരു നേതാവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അങ്ങനെ പുള്ളി ഒരു ദിവസം ഒബാമയ്ക്കും കത്തെഴുതി. കേട്ടിട്ടുണ്ടോ? പുള്ളി മരിച്ച സമയത്ത് ഏറ്റവും വലിയൊരു വിറ്റായിരുന്നു. ആരാണ്ട് പറഞ്ഞു, ഞാൻ എംബസി പോവാണ്, വിസ കഴിക്കാനാണ്, എന്താ വേണ്ടേ? വിസ. എന്നാ പിടിച്ചോ കത്ത്. ഈ വരുന്ന ആൾ എനിക്ക് വളരെ
പ്രിയപ്പെട്ട ഒരാളാണ്, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഉമ്മൻചാണ്ടി സാറിന് എഴുതിയൊരു കത്ത് തമാശയ്ക്കാണോ അല്ലയോ അത് സാധാരണ ഒത്തിരി പേര് വൈറലായത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഈ ആൾ എനിക്ക് എന്താണ് പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളാണ്. അത് സ്ട്രോങ് ആയിട്ട് എഴുതും. എനിക്കറിയാവുന്ന ഒരു സംഭവം അങ്ങനെയാണെന്നാണ് പലരും പറയുക. ഒത്തിരി താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന മഷി കൊണ്ടും വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഇന്ന മഷി കൊണ്ടും എഴുതുന്നവരുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം എഴുതുന്ന കത്ത് കാണുമ്പോൾ അറിയാം ഏത് കൊടുക്കണമെന്നുള്ളത്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പോൾ ഒന്ന് പറയുകയാണ്, റെക്കമെൻഡ് ചെയ്തിട്ട് പറഞ്ഞു അവന് ദാസന് സുഖമില്ല കിടക്കുക, അവനെ സൗഖ്യമാക്കണം. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ചിന്തിപ്പിക്കുന്നത്. അങ്ങത് ചെയ്തു കൊടുക്കാൻ അവൻ ആരാ? യോഗ്യൻ. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആളാരാ? യോഗ്യനാണ്. ഉറക്കെ പറഞ്ഞേ. ഈ യോഗ്യനാണെന്നൊരു സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരെക്കുറിച്ച് കിട്ടിയ മറ്റുള്ളവർ പറഞ്ഞ മോശമാണോ? മോശമാണോ? അല്ല. സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പലർക്കും കൊടുക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്കും എന്തോ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലേ? ചിലരെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് പറയും അറുത്ത കൈക്ക് ഉപ്പിടാത്തവനാ. സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടോ? കാര്യമൊക്കെ നല്ലതാണേൽ എന്തില്ല, അറുത്ത കൈക്ക് ഉപ്പിടത്തില്ല. അർത്ഥം സർട്ടിഫിക്കറ്റാ. എന്താ പോലെ പിള്ളേർക്ക് അതിൻ്റെ അർത്ഥം അറിയാമോ? അറിയാൻ വയ്യാത്ത പിള്ളേരുണ്ടോ? അറുത്ത പിശുക്കന 5 പൈസയുടെ ഗുണമില്ല. അവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് അറുത്ത കൈക്ക് ഉപ്പെടുത്ത്. ചില അമ്മാമ്മമാരെക്കുറിച്ച് അമ്മാമ്മമാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ചായ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതങ്ങനെ അവിടുത്തെ അമ്മാമ്മ അച്ചായൻ അവിടുത്തെ അമ്മാമ്മ അവിടുത്തെ അച്ചായൻ. സർട്ടിഫിക്കറ്റാ. അമ്മാമ്മ ആരായി? അച്ചായനായി. അവിടെ എന്തിനു എന്നാലും സംസാരിക്കുന്നതല്ല ആരാ? അമ്മാമ്മയാ. അമ്മാമ്മ അവിടുത്തെ അച്ചായനായി. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ പറയും അച്ഛൻ അവിടെ നിന്ന് മിണ്ടായിരിക്കും, ഞാൻ പറയാം, അച്ഛൻ അവിടെ ഇരിക്കുക, അച്ഛൻ അവിടെ ഇരിക്കുക. അങ്ങനെ അച്ഛൻ നിശബ്ദനായ ഒരു വ്യക്തിയായിട്ട് അവിടെ ഇരിക്കും. അമ്മാമ്മ അവിടുത്തെ ആരാ? അച്ചായന. സർട്ടിഫിക്കറ്റാ. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ. ഉണ്ട്. നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അറിയത്തില്ല. അതറിഞ്ഞു. അച്ചായ മിണ്ടായിരുന്നു എന്ന് പറയുമ്പം അപ്പുറത്ത് നിന്ന് അവർ പറയും ഈ സർട്ടിഫിക്കറ്റ് പൊക്കോട്ട് പറയും. ചിലരെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊല്ല മനുഷ്യനാണ്, പക്ഷെ മേടിച്ചാൽ എന്ത് ചെയ്യത്തില്ല, മേടിച്ചാൽ കൊടുക്കത്തില്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കുഴപ്പമുണ്ട്. ചത്തെന്ന് പറഞ്ഞാൽ ആരും ഒന്നും തരത്തില്ല. കടം ചോദിച്ചാൽ കിട്ടണമെങ്കിൽ മേടിച്ചാൽ എന്ത് ചെയ്യണം? കൊടുക്കണം. ചില സമയത്ത് നമുക്കത് പാലിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലാകത്തക്ക ഒരു ചിന്ത വേണം. മേടിച്ചാൽ എന്ത് ചെയ്യണം? കൊടുക്കണം. അല്ലെങ്കിൽ എന്തോ വരാം, ഈ സർട്ടിഫിക്കറ്റ് വരാം. ചില ഉപദേശിമാരെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാന്യരായ പ്രിയരായ ആൾക്കാർ. അപ്പോൾ ഇവരുടെ പ്രസംഗമൊക്കെ കണ്ടുകൊണ്ട് അച്ഛാ അവരെ സഭയിലൊന്ന് വിളിക്കട്ടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ്. അത് പറഞ്ഞ ആൾ വെറുതെ പറയുന്ന ആളല്ല, മാന്യനെ ഒരു മനുഷ്യനെക്കുറിച്ച് ഒന്നും പറയാത്ത എന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കൽ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയാം, ഇന്നാരുടെ പ്രസംഗം കേൾക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ യൂട്യൂബിലിട്ട് കേട്ടോണം, സഭയെ വീട്ടിൽ കയറ്റരുത്. യൂട്യൂബിൽ കേൾക്കാൻ കൊള്ളാം, പക്ഷേ എവിടെ കയറ്റാൻ കൊള്ളത്തില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. സർട്ടിഫിക്കറ്റ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളം. നമ്മളൊരു 10-40 വർഷമായിട്ട് ഇതിനകത്ത് നിൽക്കുകയല്ലേ. യൂട്യൂബിൽ നല്ല പ്രസംഗം, പക്ഷേ ഇവിടെ കയറ്റാൻ കൊള്ളത്തില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. സാക്ഷ്യ ഗതികെട്ടവൻ ചാകുന്ന അതിലും ഭേദം. ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്തോ ചെയ്യാനാ? കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആ ആളെ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നേ? അപ്പം ഓർക്കണം, മനുഷ്യർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്. ചിലരെക്കുറിച്ച് പറയും ശുദ്ധന, പക്ഷേ എന്തോ ഫലം കായ്ക്കും, ദുഷ്ടൻ്റെ ഫലം കായ്ക്കും അല്ലേ? ചില നല്ല മനുഷ്യനാണ്, പക്ഷെ മൂക്കിൻ്റെ അറ്റത്ത് എന്ത് കോപം, ദേഷ്യം കയറിയാൽ പിന്നെ എന്തോ പറയുന്ന അറിയത്തില്ല. അയാളെ നമ്മൾ എന്തോ വിളിക്കും? യോഗ്യനെന്ന് വിളിക്കുമോ? ഇല്ല, യോഗ്യനെന്ന് വിളിക്കത്തില്ല. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ സർട്ടിഫിക്കറ്റാണ്. ഇവർ മൂക്കിൻ്റെ അറ്റത്ത് ദേഷ്യം, ഭാര്യയോട് പിണങ്ങി അച്ചായൻ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ഒരു സീനിയർ പാസ്റ്റർ അദ്ദേഹമല്ല കൂടെ ഇന്നാൾ, അദ്ദേഹം ഒരു സീനിയർ മോസ്റ്റ് പാസ്റ്ററാണ്. അദ്ദേഹം ഞാനും കൂടെ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുക, ദൂരമാണ്. അപ്പോൾ അദ്ദേഹം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ നാട്ടുകാരിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറഞ്ഞു. തൻ്റെ മുക്കിൽ നിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്ന അറിയാവുന്ന ഒരച്ഛൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആൾ, ഒരു പാവം ചെറുക്കം വന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, നേരെ പോയ കൈപ്പട്ടൂരി ചെല്ലും ചോദിച്ചു, നേരെ പോയ കൈപ്പട്ടൂരി ചെല്ലാമെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഉടനെ തിരിച്ചു ചോദിച്ചു, പിന്നെ വളവും തിരുവും നിൻ്റെ അച്ചായൻ തിരിക്കുമെന്ന് ചോദിച്ചു. ചോദ്യം നേരെ പോയ കൈപ്പട്ടൂരി ചെല്ലുമോ? അൺപാർലമെൻ്ററി വേണമെന്ന് പറയരുത്. അയാൾ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ടുള്ളൊരു വാക്കാണ്. ഈ മനുഷ്യനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തോ കൊടുക്കും? ഒരു ഗുണവും
മണമില്ലാത്ത മനുഷ്യന് ഒരു ഗുണവും ആർക്കും ചെയ്യത്തില്ല, മനുഷ്യർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. ആ മനുഷ്യൻ ആരാ? യോഗ്യന. മോശമാണോ? നല്ലതാണോ? മാന്യന, യോഗ്യന, ജെന്റിൽമാന. അതൊരു ഭയങ്കര വാക്കല്ലേ. നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ പറയും എന്നാന്ന് പറഞ്ഞാൽ അങ്ങേരെ ഒരു ആരാ, യോഗ്യന, മാന്യന, ഒരു മനുഷ്യന എന്നൊന്ന് പറയാനൊത്തെങ്കിൽ അയ്യോ എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ശതാധിപനെ കുറിച്ച് പറയുന്നു, ആളാരാ? യോഗ്യന. പറഞ്ഞേ, ആളാരാ? യോഗ്യന. ഒന്നുകൂടെ പറഞ്ഞേ, ആളാരാ? യോഗ്യന. ആളാരാ? യോഗ്യന. അതിന് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവം എന്നെ ചിന്തിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം 5-ാം വാക്യം, ലൂക്കോസ് 7:5. ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു. അതിന്റെ മേളൊരു വാക്കുണ്ട് മോളെ, 5. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. മതി. 1, അവൻ നമ്മുടെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പം ക്വാളിറ്റി നമ്പർ 1, യോഗ്യനാകാൻ ശതാധിപന് കൊണ്ട ക്വാളിറ്റി. ആരെ സ്നേഹിച്ചു? ജനത്തെ സ്നേഹിച്ചു. എല്ലാവരും പറഞ്ഞ് ആരെ സ്നേഹിക്കണം? ജനത്തെ സ്നേഹിക്കണം. ഒന്നുകൂടെ പറഞ്ഞ് ആരെ സ്നേഹിക്കണം? അപ്പോൾ ക്വാളിറ്റി നമ്പർ 1, ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഈ ജനത്തെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹം എന്ന ഒരു സംഭവം തുടങ്ങുന്നത് ഒരു ന്യൂക്ലിയസിൽ നിന്നാണ്. ആ ന്യൂക്ലിയസിൽ ആദ്യത്തെ ന്യൂക്ലിയസ് അവിടുന്ന് ഇതിങ്ങനെ വലുതായി സർക്കിളാണിത്. ആ സർക്കിൾ വലുതായി പോകുന്നത് ഒന്ന് തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. ആദ്യം നമ്മളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും പറഞ്ഞ് ആരെ സ്നേഹിക്കണം? നമ്മളെ സ്നേഹിക്കണം. കർത്താവ് യേശുവിൻ്റെ ഏറ്റവും പ്രബലപ്പെട്ട ഒരു വാക്കുണ്ട്, ലവ് യുവർ നൈബർ ആസ് യു ലവ് യുവർ സെൽഫ്. അപ്പം നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ആരെ സ്നേഹിക്കണം? നമ്മളെ സ്നേഹിക്കണം. നമ്മളോട്, തന്നോട്, എന്നോടല്ല, നിങ്ങൾക്ക് തങ്ങളോട് തന്നെ നല്ല പെരുത്ത ഇഷ്ടമാണെന്നുള്ളവരൊന്ന് സ്വതന്ത്രം ചെയ്യാമോ? ഒന്നിനും പറയാം, മനസ്സിലാക്കിയിട്ടേ പറയാമോ? എനിക്ക് ഞാൻ എന്ന വ്യക്തിയോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നവരൊന്നും കൈ പൊക്കാമോ? ഉണ്ടോ? കൈ പൊക്കണം. സന്തോഷം. നമ്മളെ സ്നേഹിക്കണം. വേണ്ടേ? നമ്മൾ സ്നേഹമായതുകൊണ്ടാണ് ഈ വെള്ളമില്ലാത്ത സമയത്തും 2 മണിക്കൂർ കുളിക്കുന്നുണ്ട് ചെല്ല് കയറി. ഇവർക്ക് ആരെ സ്നേഹമായതുകൊണ്ടാണ്? നമ്മളെ സ്നേഹമായതുകൊണ്ടാണ് അല്ലേ? കുളിക്കുന്നത് സന്തോഷമാണ്. കാരണം ഇപ്പോഴത്തെ പലരും കുളിക്കത്തില്ല. പിണങ്ങരുത്. ലൈവല്ലേ? ലൈവാണ്. ഹൈന്ദവ സഹോദരങ്ങൾ പോകുന്ന കണ്ടാൽ അറിയാം ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്നാന്നറിയാം? കുളിച്ചിട്ടേ പോകത്തുള്ളൂ. സുറിയാനിയെ കണ്ടാൽ അറിയാം. എന്താണെന്നറിയാം? 2 ആഴ്ച കുടുംബം തല കഴുകുന്ന പാർട്ടികളുണ്ട്. എൻ്റെ പൊന്നെ. അപ്പോൾ ഓർത്തോണേ. എന്നാലും 2 മണിക്കൂറൊക്കെ ഷവറിൻ്റെ കീഴിൽ വെള്ളമില്ലാത്തപ്പോഴും നിൽക്കുന്നത് ആരെ സ്നേഹമായതുകൊണ്ടാണ്? നമ്മളെ സ്നേഹം. ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ മാറി നോക്കണം. ഈ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കണ്ണാടി നോക്കട്ടെ. ഇങ്ങനെ നമുക്ക് കാണിക്കണുണ്ടോ? നമ്മളിത് മാറി ഇത് വീഡിയോ എടുത്ത് ഇവരെ കാണിക്കണം. കാണിക്കുമോ? നമുക്ക് ആരെ സ്നേഹമാണ്? നമ്മളെ സ്നേഹമായതുകൊണ്ടാണ്. നമ്മളെ എന്താ സ്നേഹം? തെറ്റല്ല. അത് വലിയൊരു ഈ സെൽഫിഷ്നെസ് ആയിട്ട് മാറാതിരുന്നാൽ മതി. നമുക്ക് നമ്മളോട് എന്തോ വേണം? സ്നേഹം വേണം. ഒന്ന്, നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ചാൽ അടുത്ത സർക്കിളാണ്. അവൻ ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇമ്മീഡിയറ്റ് നമ്മുടെ ജനം എന്താ? നമ്മളെന്ന സർക്കിൾ കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ജനം എന്താ? ഫാമിലിയാണ്. ഫാമിലിയിൽ ഇമ്മീഡിയറ്റ് ആരാ? ഭർത്താവ് ഉണ്ടെങ്കിൽ ആരാ? ഭാര്യ ഉണ്ടെങ്കിൽ ആരാ? ഭർത്താവ്. അപ്പോൾ ആരെ സ്നേഹിക്കണം? ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരോട് പറയട്ടെ, ആരെ സ്നേഹിക്കണം? ഭാര്യയെ സ്നേഹിക്കണം. നമുക്ക് വേറെ നല്ല സൗകര്യമാരെയൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് ഭയങ്കര സ്വാധീനാകും. കണ്ടുപിടിക്കുക അവരെ. പക്ഷെ നമ്മൾ കിടന്നു പോയ ഒരു 3 മാസം കട്ടിലേ കിടന്ന ഇവളുമാരാരെങ്കിലും വരുമോ? വരും. അവൾ വരും. അവനെ ശരിക്കും നോക്കുകയും ചെയ്യും. എന്നിട്ട് ചാറ്റ് ചെയ്യുന്ന എല്ലാവരും വരും. അന്നേരം ആരെ കാണത്തുള്ളൂ? ഇവളെ കാണത്തുള്ളൂ. ഇവള് കിടന്ന് അവൾക്ക് ആരേ ഉള്ളൂ? അവനേ ഉള്ളൂ. ഈ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ കെട്ടിയന്മാരെ മൈൻഡ് ചെയ്യത്തില്ല. പിള്ളേർ അച്ഛൻ എന്തോ ഈ പറയുന്നത്? പിള്ളേർ ചാകല്ലേ. ഈ പിള്ളേർ നിങ്ങളുടെയാണ്. പെണ്ണിനെ കെട്ടിച്ച ആര് കൊണ്ടുപോകും? ചെറുക്കം കെട്ടിയ ആര് കൊണ്ടുപോകും? പല്ലും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നത് അമ്മായിമ്മേന്ന് രക്ഷപ്പെടാനല്ലേ? 8 മുടം സ്വത്തുണ്ടായിട്ട് നാട് വിട്ടു പോകുന്നത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനല്ലേ? കെട്ടിയ ചെറുക്കനെ അടിച്ചുകൊണ്ട് പോയവരായി ഇരിക്കുന്നതെല്ലാം.
കെട്ടി ചെറുക്കനെ അടിച്ചുകൊണ്ട് പോയവരാ, പേടിക്കണ്ട. ചെറുക്കൻ കെട്ടി ആര് കൊണ്ടു? പെണ്ണ് കൊണ്ടു. അന്നേരം ആരേ ഉള്ളൂ? നാട്ടിൽ പറച്ചിലുണ്ട്, കൊല്ലനും കൊല്ലത്തി. അതുകൊണ്ട് സ്നേഹിച്ചോണം. ആരെ ആരെ പറ, സ്വന്തത്തെ അങ്ങ് സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? സ്വന്തത്തെ. ഉറക്കം പറഞ്ഞ് ആരെ സ്നേഹിക്കണം? ചില അമ്മായിമാർക്കുണ്ട് ഈ മരുമക്കളെ ഇഷ്ടമില്ല. മക്കളെ കാണും. എൻ്റെ പെൺമോള് ഈ അമ്മായിമ്മ കിടന്നു പോയ ഈ മകളിങ്ങോട്ട് വന്നിട്ടൊരു കുച്ചിപ്പുടി നൃത്തമുണ്ട്, ഭരതനാട്യമുണ്ട്. എന്തിനാണെന്നറിയാം? ഇങ്ങനെയാണെന്നോടി നോക്കുന്നത്. എന്നാൽ ചേച്ചി 2 ദിവസം നിൽക്കടി. അതവൾ നിൽക്കത്തില്ല. ഈ നോക്കണേ ആര് വേണം? പാവം വാ നിറച്ച് വിളിച്ചോണം ആ പെണ്ണിനെ. വാ നിറച്ച് മോളേന്ന് വിളിച്ച് അവളെ ഫ്ലാറ്റാക്കിക്കോണം. കാരണം നിങ്ങൾ കിടന്നാൽ നിങ്ങളുടെ മോള് വരത്തില്ല. ആരേ വരത്തുള്ളൂ? വരുമോ? വരത്തിൽ. സത്യം സ്നേഹത്തിൽ സംസാരിക്കണം. ഈ പന്നപ്പെണ്ണുണ്ടല്ലോ, ഈ മൂത്ത BS നേഴ്സും വരത്തില്ല. അവൾ അമേരിക്കയിലാണ്. ഈ പാവം പിടിച്ചൊരു പെണ്ണുണ്ടല്ലോ, അവളെ കാണത്തുള്ളൂ. അവളെ ഫ്ലാറ്റാക്കിക്കോണം. കാരണം അവസാനം വെള്ളം ഒഴിച്ച് തരാൻ ആരെ കാണത്തുള്ളൂ? അവളെ കാണത്തുള്ളൂ. അപ്പോൾ ആരെ സ്നേഹിച്ചോണം? ജനത്തെ സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യമാണ് പിള്ളേരെ സ്നേഹിക്കണം. നമ്മുടെ പിള്ളേരെ നമ്മൾ സ്നേഹിച്ചില്ല പിന്നെ ആരെ സ്നേഹിക്കുക? നമ്മൾ ചിലപ്പോഴൊക്കെ മറ്റ് പിള്ളേരെ കാണുമ്പോൾ സത്യമാണേ, അയ്യോ അവിടെ ആത്മീയത കണ്ടോ, കണ്ടു പഠിക്കടി, കണ്ട് പഠിക്കേ. നമ്മളങ്ങ് ഭയങ്കര സൂഫിയാകും. കണ്ട് പടി കടി കണ്ട ഇങ്ങനെയാണ് പണി. അതിന് പകരം ഓരോന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അറിയാം നമ്മൾ ഈ വലിയ നല്ലതെന്ന് കണ്ടതൊക്കെ. അപ്പം നമുക്ക് തോന്നും ഇതൊക്കെയാണ് നല്ലതെന്ന്. അപ്പം നമ്മുടെ ജനത്തെ എന്ത് ചെയ്തോണം? സ്നേഹിച്ചോണം. അപ്പോൾ ഓർത്തോണേ, ആരെ സ്നേഹിക്കണം? ജനത്തെ. ഇനി ജനം പിന്നെയും വലുതാകും. ആ ജനം ഇച്ചിട്ട് വലുതാകുമ്പോഴാണ് കൂടപ്പുറപ്പോട് വരിക. ആരെ സ്നേഹിക്കണം? കൂടപ്പുറപ്പുകളെ സ്നേഹിക്കണം. ജനത്തെ സ്നേഹിക്കണം. കൂടപ്പുറപ്പുകളെ സ്നേഹിക്കണം. കൂടപ്പുറപ്പ് ജീവനോടുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. സ്വന്തം കൂടപ്പുറം ആണോ സഹോദരൻ? ഒന്ന് കൈപൊക്കുക. സഹോദരന്മാരുണ്ട്, നല്ലല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് കൂടപ്പുറപ്പില്ല. എൻ്റെ കൂടപ്പുറപ്പ് മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വലിയ സ്വകാര്യ ദുഃഖമുണ്ട്. 10-600-ലധികം കുടുംബങ്ങൾ എൻ്റെ പ്രാദേശിക സഭയിലുണ്ട്. 1000-ലധികം ആളുകളുണ്ടെങ്കിൽ പോലും സ്നേഹിക്കുന്ന, ചങ്കിലിട്ട് സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ പിള്ളേരെ അവധിക്ക് ഞാൻ എവിടെ വിടും? മറ്റേ അവധി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടോ? അവൾ വന്ന് കൊണ്ടുപോയിരിക്കും. ഇന്നെൻ്റെ ഏറ്റവും വലിയ സ്വകാര്യ സങ്കടം, അവധി കിട്ടാൻ പോകാൻ വിടില്ല. വിശ്വാസിയുടെ വീട്ടിൽ അവധിക്ക് വിടാനും പോകും. അവർ കൊണ്ടുപോകും. പക്ഷേ അതാണ് എൻ്റെ ശരി. ഒരു ഒരു കൂടപ്പുറപ്പ് വേണ്ടേ നമുക്കൊന്ന് കയറി ചെല്ലാൻ? എപ്പോഴും ഓർത്തോണം, അടുത്ത ആരെ സ്നേഹിക്കണം? കൂടപ്പുറപ്പുകളെ സ്നേഹിക്കണം. അവർ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമമൊക്കെ അറിയുക. ഇന്ന് പലരും ആത്മീയർ പോലും കൂടപ്പുറപ്പുകളോട് മിണ്ടാത്തവരും സ്നേഹിക്കാത്തവരും ഉണ്ട്. തെറ്റാണ്. കൂടപ്പുറപ്പുകളെ സ്നേഹിക്കണം. അവർ പോയി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ സങ്കടം അറിയുക. ഒന്നുമില്ലൊരു വിഷയമൊക്കെ ഉണ്ടായാൽ, എപ്പോഴാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ നമ്മുടെ കൂടെ നിൽക്കണേ. എത്ര പണക്കാണേലും ആര് വേണം? പിന്നെ അവർ നിൽക്കുന്ന പോലൊന്നും ലോകത്താരും നിൽക്കത്തില്ല. അപ്പോൾ ഓർക്കണം, കൂടപ്പുറപ്പുകളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും പറഞ്ഞേ, കൂടപ്പുറപ്പുകളെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പേരൻസിനെ സ്നേഹിക്കണം. ഈ മലയാളത്തിലെ ഒരു ചൊല്ലുണ്ട്, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്കാണ്. പേരുള്ളവന് വേരുണ്ട്, വേരുള്ളവന് ഊരുണ്ട്. പേരും വേണം. മലയാളിക്ക് പേരുണ്ട്. അതാണ് നമ്മുടെ പേരിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന വർഗീസ്, തോമസ്, ഏബ്രഹാം, തരകൻ, പണിക്കർ, വൈദ്യർ. ഇതെല്ലാം എന്താ? പേരാ. എന്തിൻ്റെ പേരാ? എൻ്റെ പേര് എബ്രഹാം ടി തോമസ് എന്നാണ് ഒഫീഷ്യൽ നെയിം. തോമസ് അപ്പന, ഏബ്രഹാം വല്യപ്പന. എൻ്റെ പിള്ളേരുടെ പേരിൻ്റെ അറ്റത്ത് തോമസ് ഉണ്ട്, വല്യപ്പന. താഴോട്ട് വരുമ്പം പിന്നെയും പേരാണ്. പേരുണ്ടോ? എന്തുണ്ട്? വേരുണ്ട്. വേര് മുറിക്കരുത്. നമ്മുടെ എല്ലാം വേരുകൾ നല്ലതാണ്. കുടുംബം എന്നത് വേരാണ്. സഭ എന്ന് പറയുന്നത് വേരാണ്. അപ്പോൾ വേര് വേണം. വേര് മുറിഞ്ഞു പോയാൽ പിന്നെ കിട്ടത്തില്ല ആളെ. അപ്പോൾ പിള്ളേരൊക്കെ ഇന്ന് പോയിട്ട് കാരണം 3-4 തലമുറ കഴിയുമ്പോൾ ഓരോരുത്തർ തിരിച്ചു വരുന്ന തപ്പി വരും. വേര് തപ്പി വരുന്ന കണ്ടിട്ടുണ്ടോ? വേര് തപ്പി വരുന്ന. അപ്പോൾ വേര് വേണം. യേശുവിന് വേരുണ്ടായിരുന്നു. വംശാവലി മുഴുവൻ വേരാണ്. ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു. അതിനകത്ത് വലിയ മാന്യത ഇല്ലാത്തവരുടെ പേര് പോലും കർത്താവ് ചേർത്തു. എന്തിനാ? എൻ്റെ പേര് മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതെൻ്റെ റൂട്ടാണ്. അപ്പം കർത്താവിന് എന്തുണ്ടായിരുന്നു? പേരുണ്ടായിരുന്നു. അവൻ തന്നെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് പിടിയിപ്പാൻ ഇരിപ്പുണ്ട്. അവൻ എന്തെന്ന് പേരിടണം? യേശു എന്ന് പേരിടണം. യോശുവ പഴയ നിയമത്തിൽ പേര് കിടപ്പുണ്ട്. പേര്. പിന്നെ വേര്, തൻ്റെ വേരാ കാണുന്നത്. പിന്നെ ഊരുണ്ട്. അവൻ നസ്രേന. ഇന്നും നസ്രയന്മാരറിയപ്പെടുന്നത് എന്തിൻ്റെ പേരില്ല? ആ പേരില്ല. നസ്രാണി.
അർത്ഥം. ആരുടെ അനുയായ? നസ്രയൻ്റെ അനുയായ. ഊരുണ്ട്. അപ്പം ഊരും പേരും വേണം. അതുകൊണ്ട് ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഉറക്കെ പറഞ്ഞ് ആരെ സ്നേഹിക്കണം? ജനത്തെ സ്നേഹിക്കും. ജനത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരാ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം, ഒരു വിശ്വാസം സംബന്ധിച്ചോളം പിന്നെ അവൻ്റെ അടുത്ത സർക്കിൾ എന്ന് പറഞ്ഞാൽ അവരുടെ സഭയാണ്. സഭയെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും പറഞ്ഞ് സഭയെ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടില്ല കൈ പിടിച്ചെന്ന് പറഞ്ഞ് സഭയെ സ്നേഹിക്കണമെന്ന് പറ. സഭയെ സ്നേഹിക്കണം. ആമൻ ചർച്ചമാൻ. ഞാൻ സഭയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാ. ഞാൻ ആരാണ് നമ്മുടെ ചെറുവക്കലെ പാസ്റ്റർ പറയും, ഞങ്ങൾ നിന്നത് പിടിയരി നിന്ന് വളർന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അപ്പയ്ക്ക് നിർബന്ധമായിരുന്നു പിടിയരി തരണം. അപ്പോൾ അതിൻ്റെ ഒരു തിയോളജി അപ്പോൾ പറയുന്നത് ഇതായിരുന്നു. ഒരു പിടി അരി ഇടുമ്പോൾ അങ്ങനെയാണ് പിടിയരി ഇടുന്നത്. അല്ല ഇടയ്ക്ക് ആഴ്ച എന്തെങ്കിലും ഇച്ചിരി അരി എടുത്തുകൊണ്ട് വരില്ല. അരി ഇടുന്ന കൂട്ടത്തിൽ ഒരു പിടി എന്ത് ചെയ്യും? മാറ്റിയിടും. പിടി ഇടുമ്പോൾ എന്തോ ഇടും? സ്തോത്രം പറഞ്ഞാൽ പിടിയരി ഇടുന്നത്. പിന്നെ അത് ഒന്നിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ അവർ സ്തോത്രം ചെയ്യും. പിന്നെ ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പിന്നെ പിടിയരെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ അത് ആ അരി അടുപ്പ ഇടുമ്പോൾ എന്തോ ഉണ്ട്? ഒരു സ്തോത്രമുണ്ട്. അതിനകത്ത് വൈറ്റമിൻ എ മുതൽ വൈറ്റമിൻ ഊ വരെയുള്ള ഒരു സാധനമാണ് പിടിയരി. അത് നിന്ന് വളർന്നവരാണ് നമ്മൾ. കണ്ടില്ലേ ഞങ്ങളുടെ തടിയും വയറും ഒക്കെ? അതാണ് വൈറ്റമിനാണ് അതിനകത്ത്. അപ്പം ഞാൻ ചർച്ചിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും ആരെ സ്നേഹിക്കണം? സഭയെ സ്നേഹിക്കണം. സ്വന്തം സഭയെ സ്നേഹിച്ചിരിക്കണം. ഞാൻ ന്യൂന്ത്യ ദൈവസഭയിലെ ഒരു ശുശ്രൂഷകനാണ്. അതിൻ്റെ ഊരാണ്, അതിൻ്റെ വേരാണ്. അതിനകത്ത് ആ വേര് മുറിഞ്ഞു പോയാൽ അതിൻ്റെ വേരാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിൽക്കുന്നിടത്തോളം കാലം ആ പ്രസ്ഥാനത്തെ സഭയെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സഭയെ സ്നേഹിക്കണം. പറഞ്ഞ് അവൻ തന്നെ ജനത്തെ എന്ത് ചെയ്യുന്നു? ഉറക്കെ പറഞ്ഞ് ജനത്തെ എന്ത് ചെയ്യുന്നു? സഭയെ സ്നേഹിക്കണം. സഭയെ മാത്രമല്ല, പാസ്റ്ററെ സ്നേഹിക്കണം. ചിലപ്പം നമ്മുടെ ഭാഷയെക്കാട്ടി നല്ല മറ്റൊരു ഭാഷ കാണും, എന്നെക്കാട്ടി നല്ല ഭാഷ കാണത്തില്ലേ? കാണും. സാറിനൊക്കെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ ആ പാർശ്വം പറഞ്ഞു അങ്ങോട്ട് പോകും. ഇവർ ചത്ത പാട്ട് പാടാൻ ആ പാർശ്വം വരുമോ? വരത്തില്ല. ബോഡി പ്രാർത്ഥിച്ച് അവസാനം മോർച്ചറി വെക്കാൻ ഇവർ വരുമോ? വരത്തില്ല. ഞങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ, നമ്മുടെ ആൾക്കാർ മരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സങ്കടമാണ്. എനിക്ക് സങ്കടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സങ്കടമുള്ളൊരു കാര്യമാണ് നമ്മുടെ ജനത്തിന് എന്തെങ്കിലും ദുഃഖം വരുന്നത്. അത് ഞാൻ ആരായതുകൊണ്ടാണ്? പാസ്റ്റായതുകൊണ്ടാണ്. എൻ്റെ ജനത്തിന് വേണ്ടി ഇപ്പോഴാണ് ഞാനൊന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു രാത്രി എൻ്റെ ഒരു പാവം പിടിച്ച ഒരു സഹോദരൻ്റെ അയ്യത്തൂടെ വഴി വെട്ടുമെന്ന് കണ്ടപ്പോൾ അവർക്ക് പേടിയായിപ്പോയി. വഴി വെട്ടുമെന്ന് കണ്ടപ്പോൾ എൻ്റെ ജീപ്പേൽ ഒറ്റയ്ക്ക് പോയി വഴി വെട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ജീപ്പ് ഇട്ടിട്ട് അവത്തെ കിടന്ന് ഉറങ്ങിയ പാസ്റ്റാണ് ഞാൻ. വഴി വെട്ടുകയാണെങ്കിൽ എൻ്റെ നെഞ്ചത്തൂടെ വെട്ടിയാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അന്ന് കുറച്ചുകൂടെ യൗവനമായിരുന്നു. കുറച്ചുകൂടെ ഒരു ഭ്രാന്ത് പിടിച്ചൊരു ചെറുപ്പത്തിൻ്റെ ആവേശമൊക്കെ ഇല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ജനമാണ്. എൻ്റെ ജനത്തെ സ്നേഹിക്കുന്ന പാസ്റ്ററെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാവരും പറഞ്ഞേ ആരെ സ്നേഹിക്കണം? പാസ്റ്ററെ സ്നേഹിക്കും. ഉറക്കെ പറ. ഞാനൊരു പാസ്റ്റർ ആകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാ ചോദിച്ചാൽ ചിലപ്പം കൺവെൻഷൻ പാസിങ്ങിന് ക്രൂസൈഡ് പാസ്റ്റർക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് പാസ്റ്റർക്ക് ഉണ്ട്. ഞങ്ങളുടെ സഭയിലെ കൊച്ചു പിള്ളേർ പ്രാർത്ഥിക്കുമ്പോഴും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഇത്രയും പ്രാർത്ഥന കിട്ടുന്ന ലോകത്ത് ആരുണ്ട്? മുഖ്യമന്ത്രിക്ക് കിട്ടുമോ? പ്രധാനമന്ത്രിക്ക് കിട്ടുമോ? പക്ഷേ എന്നും വിശ്വാസികളുടെ പ്രാർത്ഥന ലിസ്റ്റിൽ ആരോടും ഉണ്ട്? പാസ്റ്ററുണ്ട്. ഉണ്ടാവും. തുടങ്ങിക്കോണം. ഇല്ലെങ്കിൽ ആരെ സ്നേഹിക്കണം? പാസ്റ്ററെ സ്നേഹിക്കണം. ഉറക്കെ പറഞ്ഞ് ആരെ സ്നേഹിക്കണം? പാസ്റ്ററെ സ്നേഹിക്കണം. പറഞ്ഞേ പാസ്റ്ററെ സ്നേഹിക്കണം. അപ്പോൾ ജനത്തെ സ്നേഹിക്കണം, സഭയെ സ്നേഹിക്കണം, പാസ്റ്ററെ സ്നേഹിക്കണം, നമ്മുടെ നാടിനെ സ്നേഹിക്കണം. എനിക്ക് ഇന്ത്യയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യ ഇഷ്ടപ്പെടണം. ഞാൻ ഇന്ത്യ വിട്ടു പോയാലും തിരിച്ചു വരാൻ ഇഷ്ടപ്പെടും. എനിക്ക് വേണമെങ്കിൽ പുറത്ത് പോകാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ഞാൻ ഇന്ത്യ വിട്ട് പോകാൻ അന്ന് എനിക്ക് കല്യാണമൊക്കെ വന്നായിരുന്നു. ഞാൻ പോയില്ല. ഒറ്റ കാര്യം, അവിടം കാണും കിടന്ന് ചത്തുപോയാൽ ഒറ്റ ഒരുത്തം കാണത്തില്ല ഒന്ന് കരയാൻ. ഇവിടെ വന്ന് ചത്താലോ? ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പം മരിച്ചപ്പോൾ 2 മണിക്കൂർ എടുത്തു അന്ത്യ ചുമ്മനം തീരാൻ. അമേരിക്കയിൽ പോയി ചത്ത ഒരു ഉമ്മ കിട്ടൂ. അവരാ ഗ്യാസ് വെച്ചിട്ട് ഫോർമലായിട്ട് ഇവിടെ നമ്മുടെ പിള്ളേരൊന്ന് ബോഡി എടുക്കാൻ പോലും, അവിടെ ആണെങ്കിൽ കറുത്ത കൂട്ടിട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോകും നാട്ടുകാർ. ഇവിടോ പിള്ളേരെടുത്തുകൊണ്ട് പോകും. വരട്ടെ കൊച്ചുമക്കൾ പിടിക്കട്ടെ. എനിക്ക് 4 ആൺപിള്ളേർ വേണമെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു. 3 കിട്ടിയുള്ളൂ. എൻ്റെ അപ്പന് എന്നാന്നറിയോ, 4 പെട്ടിയുടെ മൂലയ്ക്ക് 4 പേര് പിടിക്കണം. കൊതിയ. അവിടെ വെളിയിൽ പോയാൽ പിള്ളേരെ കൊണ്ട് പിടിപ്പിക്കുമോ?
ഇല്ല. അപ്പം നമ്മുടെ നാട് നല്ലതല്ലേ? നല്ല, ഇപ്പോഴും നല്ല ഒന്നുമില്ല. രാവിലെ 10 മണിയായിട്ട് മുമ്പിലത്തെ ഡോറ് തുറന്നില്ലേ, ഞങ്ങളുടെ വയ്യാത്ത അമ്മച്ചി അതുവഴി വലിഞ്ഞ് ഇവിടെ വരും. എന്നാ ഇവിടെ ആരും ഇല്ലേ? അത് ചോദിക്കുന്ന എവിടെയുള്ളൂ? നാട്ടിലേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട് നല്ലതാണോ? അപ്പോൾ നാടിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നാടിനെ സ്നേഹിച്ചാൽ നാടിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നാടിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ രാജ്യത്തെ സ്നേഹിക്കണം, ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ക്രൈസ്തവൻ, അതാണ് വിശ്വാസി. ഞങ്ങളെ അടിച്ചാലും ഇടിച്ചാലും ഓടിച്ചാലും അവർക്കും അറിയാം നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നാടിന് വേണ്ടി എന്തു ചെയ്യും? പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്നവർ സ്വതന്ത്രം ചെയ്തേ. നാടിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രെയർ ഡ്രൈവിന് പോയപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പ്രെയർ ഡ്രൈവിന് പോവാം. അപ്പോൾ അന്ന് എൻ്റെ കൂടെ വരുന്ന കുറേ എപ്പോഴും വരുന്നവരുണ്ട്. അന്ന് ആരെയും കിട്ടിയില്ല. പക്ഷേ എനിക്ക് പോകണമെന്ന് അങ്ങ് ഭയങ്കര ആത്മഭാരം. കുറേ വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് അന്ന് എൻ്റെ കൂടെ എപ്പോഴും ഒരു ജെയിംസ് പാസ്റ്റർ വരും. അപ്പോൾ പുള്ളിയെ ഞാൻ അന്ന് വിളിച്ചപ്പം പറഞ്ഞു, പാസ്റ്റേ പാം, എനിക്കിന്ന് വയ്യ മോനെ, എൻ്റെ സീനിയറാണ്, ഇന്ന് അങ്ങ് വയ്യ, ഞാൻ അങ്ങ് റെസ്റ്റ് എടുക്കുക. ഞാൻ പറഞ്ഞു, എടോ അച്ചായ, മേളിൽ ചെന്നാൽ ഫുള്ള് റെസ്റ്റല്ലേ? എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാക്തത്വം നമ്മൾ മേളിലോട്ട് പോയാൽ മൊത്തം എന്താ? റെസ്റ്റ്. അപ്പം നമുക്ക് മേളിൽ പോയി റെസ്റ്റ് എടുക്കുക. അതായിരിക്കും നമുക്കതേ വിധിച്ചിട്ടുള്ളൂ. ഉടനെ ഈ അച്ഛൻ എന്നോട് തിരിച്ച് പറഞ്ഞു, കുടുംബം മേളിലില്ലല്ലോ. ഉണ്ടോ? കുടുംബം മേളിലുണ്ടോ? ഇല്ല. ഇങ്ങനെയാകുന്നു അവിടെ 7 മരിച്ചു പോയവരെ ചോദിക്കുന്നുണ്ട്. അവിടെ ആരും വിവാഹം കഴിക്കുന്നുമില്ല, കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒത്തിരി വർഷം മുമ്പ്, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് അവളും കൂടെ കൂടി ഞങ്ങൾ രണ്ടും കൂടി ജീപ്പേൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോവുക. രാത്രി 2:30 ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ വരിക. കുറ്റാക്കൂരിട്ട് ഒരു എസ്റ്റേറ്റിൻ്റെ നടുക്കൂടുള്ള വഴി, മൊത്തം തോട്ടങ്ങൾ, കുറ്റാക്കൂരിട്ട്, ആരുമില്ലാത്തൊരു നിശബ്ദതയുടെ വല്ലാത്തൊരു ഭീകരത ഉള്ള ഒരു സമയം. വെളുപ്പിന് 2:30 മണിയാകും. പെട്ടെന്ന് എൻ്റെ ജീപ്പിൻ്റെ മുമ്പിൽ ഒരാൾ കുറുകിയാടി. പെട്ടെന്ന് നിൽക്കുന്നു. ഒരു ഗൗൺ പോലെ ഒരു ഉടുപ്പിട്ട ഒരു പെൺകുട്ടി. പേടിച്ചു പോയി. ഭൂതമാ? നല്ല വെട്ടത്തൊരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുക. ഞാൻ പെട്ടെന്ന് ജീപ്പ് അങ്ങ് പേട്ടിച്ച് മുമ്പോട്ടെടുത്തു. പിന്നെ എനിക്കൊരു ചിന്ത. ഞാൻ റിവേഴ്സ് എടുത്ത് വന്ന് ചോദിച്ചു, കുട്ടി നീ ആരാ, എന്താ വേണ്ടേ? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകും. അതിന് ഞാൻ ആരാന്നും വെച്ചോണ്ട, നിങ്ങൾ ആരെങ്കിലും ആട്ടെ, കൂടി വന്നാൽ കൊല്ലും, അത്രയല്ലേ ഉള്ളൂ, ഞാൻ വരിക. ഞാൻ ചോദിച്ചു, നിൻ്റെ വീട് എവിടെ? ആണ്ടാ മലയുടെ മണ്ടല്ല. അവിടെ ആരുണ്ട്? അമ്മയുണ്ട്. ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ. വേണ്ട, പന്നമ്മ, അഴുക്ക് സ്ത്രീ, ഞാൻ പോത്തില്ല. അവിടെ ഫോൺ മേടിച്ച് വെച്ചേന് ചാടിയതാ ഇവിടെ. അവസാനം ഞാൻ പറഞ്ഞു, ഇതിനെ നിർത്തിയിട്ട് പോകാൻ നോക്കുമോ? വണ്ടിയെ കയറി ഞാൻ വീട്ടിലോട്ട് വരുന്ന വഴി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. പോലീസ് സ്റ്റേഷനിലോട്ടാണ് കയറി. ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ എനിക്കറിയാവുന്ന ആ ഒരു നാട്ടിലെ ഒത്തിരി പേര്, എന്നെ അറിയാവുന്നവർ, എനിക്കറിയാവുന്ന ഒരു 19 പിള്ളേർ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് നിൽക്കുക. എന്നറിയാം, മാൻ മിസ്സിങ്ങാ. പെണ്ണിനെ സന്ധ്യയ്ക്ക് തൊട്ട് കാണാതായപ്പം തൊട്ട് ഇവർ തപ്പുക. അങ്ങനെ നാടിളകി അവിടെ നിൽക്കുക. പോലീസുകാരെ മുഴുവൻ വയർലെസ് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക, ഇത് മിസ്സിങ്. ഇതിനിടയ്ക്കാണ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെന്നപ്പം സാറിനെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ പെട്രോളിങ്ങിന് പോകത്തില്ലേ? പോവും. ഞങ്ങൾക്ക് പെട്രോളിംഗ് ഉണ്ട്. ആ പെട്രോളിങ്ങിൻ്റെ പേര് പ്രെയർ പെട്രോളിംഗ് എന്നാണ്. ഇന്നത്തെ പ്രെയർ പെട്രോളിംഗ് കിട്ടിയൊരു സംഭവമായത്. ഈ സാറ് എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളെ ദൈവമാണ് വിട്ടേ, നിങ്ങൾ ദൈവമാണ് നിങ്ങളെ അവിടെ കൊണ്ടുപോയേ. വേറൊരു ആളുടെ കയ്യിലാണ് പെൺകുട്ടി കിട്ടുന്നതെങ്കിൽ രാവിലെ എവിടെയെങ്കിലും കീറി മുറിക്കപ്പെട്ട പത്രക്കാർക്ക് അടുത്തൊരു വാർത്തയായി പെൺകുട്ടി കിടന്നേനെ. സ്വാഭാവികം, നാച്ചുറൽ. സംഭവിക്കത്തില്ലേ? സംഭവിക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് ദൈവം എത്തിച്ചത്. ഞാൻ ചോദിച്ചപ്പോൾ സന്ധ്യയായപ്പോൾ ഈ പെണ്ണ് ഫോൺ വിളിച്ചതിന് അമ്മ വഴക്ക് പറഞ്ഞതിന് ടെറസിൽ കയറിയിരുന്നു. എന്നിട്ട് ടെറസോ വാട്ടർ ടാങ്കിനകത്തും കണ്ടിറങ്ങിയിരുന്നു. എന്നിട്ട് 2 മണിയായപ്പോൾ ഇറങ്ങി റോഡിൽ നിൽക്കുക. നാട് മുഴുവൻ തപ്പി നടക്കുക. ഞാൻ എന്നാൽ പൊക്കട്ടെ സാറേ ചോദിച്ചാൽ പറഞ്ഞല്ല, ഈ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളല്ലാതെ ഞങ്ങൾ പോയാൽ ശരിയാകത്തില്ല. അന്ന് ഒരിക്കൽ നമുക്ക് സന്തോഷമായി. കാരണം അവർ പറഞ്ഞില്ലേ നിങ്ങൾ കൊണ്ടാക്കണമെന്ന്. എഴുന്നേറ്റ് ഇന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളെ അയച്ചത്. ദൈവം പടച്ചോൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടാക്കുമ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി മയങ്ങിക്കിടക്കുന്ന ഒരമ്മ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, നമ്മളെന്തിനാ അങ്ങനെ പോകുന്നത്? നമുക്ക് ആരോട് സ്നേഹമാണ്? നമ്മുടെ ജനത്തെ സ്നേഹമാണ്, നമ്മുടെ നാടിനെ സ്നേഹമാണ്. സ്വതന്ത്രം ചെയ്തേ. ഞങ്ങളാരും നാടിനെ വെറുക്കുന്നവരല്ല, ഞങ്ങളുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, നാടിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, അവൻ തൻ്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. യോഗ്യത നമ്പർ 1, ആരെ സ്നേഹിച്ചു? ജനത്തെ സ്നേഹിച്ചു. ഉറക്കെ പറഞ്ഞ്, ആരെ സ്നേഹിക്കണം? ജനത്തെ സ്നേഹിക്കണം. ഒന്നുകൂടെ പറഞ്ഞ്, ആരെ സ്നേഹിക്കണം? സഭയെ സ്നേഹിക്കണം. സഭയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ വരുന്നവരെല്ലാം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്വന്തം സഭയോടൊരു കൂറ് വേണം. സ്വന്തം സഭയോട് ദൈവം സഭയാകുന്ന ശരീരത്തിലൂടെ എല്ലാം ചെയ്യത്തുള്ളൂ. എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന
സഭയാം ശരീരം. അപ്പം സഭ എന്ന ശരീരത്തിലൂടെയാണ് ദൈവം ഇന്നും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്തിൻ്റെ ഭാഗമായിരിക്കണം? സഭയുടെ ഭാഗമായിരിക്കണം. നിൽക്കുന്ന സഭയെ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. നിൽക്കുന്ന സഭയെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിൽക്കുന്ന സഭയുടെ പാസ്റ്ററെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ദൂരെ നിൽക്കുന്ന ആഫ്രിക്കയിൽ ഉണർവാണ്, അവിടുത്തെ പാസ്റ്റർ, എന്ത് എളുപ്പമാണ് അവിടുത്തെ പാസ്റ്ററെ, അവിടുത്തെ സഭയെ സ്നേഹിക്കാൻ ഒരുപാടും വേണ്ട മക്കളെ. ഒരു വലിയ കോൺഫറൻസ് നടക്കുക, കോൺഫറൻസ് അടിക്കുന്ന ആൾ ചോദിച്ചു, ഞാൻ ഈ ചോദ്യം ഒത്തിരി ഇടത്ത് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി കോൺഫറൻസുകളിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ എന്തോ ചെയ്യും? 99% മറുപടി പറയും, രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഉടനെ കൈ നീട്ടി എന്തോ എടുക്കും? ഫോൺ എടുക്കും. എന്നിട്ട് അത്യാവശ്യം വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ ഒന്ന് എന്ത് ചെയ്യും? നമ്മുടെ പേഴ്സണൽ നോട്ട്സെങ്കിലും ആരെങ്കിലും അയച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഭൂരിപക്ഷം പേരും അതിന് മറുപടി അയക്കും. അമേരിക്കയിലെ കൊച്ചമ്മ വായിച്ച മെസ്സേജിന് മറുപടി. ഇനി വായിക്കാൻ ഒത്തിരിയെങ്കിലും വായിച്ചതുപോലെ ഒരു കൂപ്പ് കൈ, ഒരു സിമ്പൽ, ഒരു റിയാക്ഷൻ. എന്തിനാ നമ്മളവരെ മൈൻഡ് ചെയ്തില്ലെന്ന് വേണ്ട. എന്നാലും ദൂരെ ഇരിക്കുന്നവരെയൊക്കെ സ്നേഹിക്കുക. ഒറ്റയാൾ ഉത്തരം പറഞ്ഞു, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. ദൂരെ ഇരിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്, ആരെ സ്നേഹിക്കാൻ പാടാ? ചിന്തിച്ചേ, അടുത്തിരിക്കുന്നവരെ സ്നേഹിക്കാൻ പാടാ. പക്ഷേ ഇവൻ അടുത്തിരിക്കുന്നവരെ സ്നേഹിച്ചു, തൻ്റെ ജനത്തെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഉറക്കെ പറഞ്ഞേ, ആരെ സ്നേഹിക്കണം? ജനത്തെ സ്നേഹിക്കണം. മറക്കരുത്, ജനത്തെ സ്നേഹിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി, അവൻ അവർക്കെന്തോ വെച്ചു കൊടുത്തു? ഒരു പള്ളി വെച്ചു കൊടുത്തു. അങ്ങനെയല്ലേ? അവർക്കെന്തോ വെച്ചു കൊടുത്തു? പള്ളി വെച്ചു കൊടുത്തു. ഞാൻ പള്ളി വെച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കോണ്ടസ്റ്റ് ഞാൻ പറയാം, ഒരു പള്ളി പണിയാന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. കാരണം ഞാനൊരു സഭയുടെ ആളായതുകൊണ്ട് പറയുക, ഇത്ര സെൻറ്റ് സ്ഥലം വേണം, അതിന് ഇത്ര പേഴ്സൻറ്റേജ് ചർച്ചൊക്കെ ആകും, അതിന് ഇത്ര പേഴ്സൻറ്റേജ് പാർക്കിങ് വേണം, അതിന് മഴവെള്ള സംഭരണി വേണം, ഡ്രെയിനേജ് വേണം, അത് വേണം, വേസ്റ്റ് വാട്ടർ അതിൻ്റെ സംവിധാനങ്ങൾ വേണം. ഇതെല്ലാം ഒപ്പിച്ചാൽ പോലും തൊട്ടടുത്തുള്ളവരുടെ കൺസെൻറ്റ് വേണം. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, നൂലാമാലകളാണ്. ഈ പേപ്പറൊക്കെ പോകുമ്പം പലപ്പോഴും ഉണ്ടല്ലോ, ഒരു ഓഫീസിൽ ചെല്ലുമ്പം നമ്മളെ ഒരാൾ കാണും, നമ്മുടെ ഒരാളായിരിക്കും, നമ്മുടെ ഒരു വിശ്വാസിയായിരിക്കും, ചിലപ്പം തൂപ്പുകാരനായിരിക്കും. ഒരു തൂപ്പുകാരനെ ഒരു ഓഫീസിൽ കിട്ടിയാൽ മതി, പേപ്പർ പൊക്കോളും. അവിടെ സ്വീപ്പറായിരിക്കും, അല്ല കളക്ടർക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന ആളായിരിക്കും. മതി ഒരാളെ കിട്ടിയോ അതിനിടയ്ക്ക് അറിയും, സാറേ നമ്മുടെ സഭയാ, ഏത് നിൻ്റെയാണോ? നീ അപ്പോൾ അതാണോ? നീ ബന്ധക്കോസാണോ? എന്നാൽ ശരി പോട്ടെ, എന്നാ പിടിച്ചോ. അപ്പോൾ ഇവരുടെ സ്വാധീനം അല്ല അവരുടെ കഴിവ് അവരെന്തിനു ഉപയോഗിച്ചു? സഭയ്ക്ക് ഉപയോഗിച്ചു. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് ഒരാളെ കിട്ടും. അപ്പം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ജാകാൻ നേരത്ത് കച്ചിത്തുരുമ്പ് കണ്ടാലും എന്ത് ചെയ്തോണം? പിടിച്ചോണം, കിട്ടും ഒരു കച്ചിത്തുരുമ്പ്. പക്ഷേ ഇവൻ ഇടപെട്ട് കാണും. ശതാധിപൻ മീൻസ് 100 പേരുടെ അധിപതിയാണ്, നല്ല ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാണ്. അയാൾക്കുള്ള കഴിവുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? പള്ളിക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ സ്വന്തം ജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. പറഞ്ഞേ, ജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞേ, ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. പിന്നെ ആവശ്യങ്ങൾ നമ്മൾ ഇടപെട്ടില്ല, പിന്നെ ആരെ ഇടപെടുന്നേ? ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? പറ, ആവശ്യങ്ങളിൽ ഇടപെടണം. പലരും ഉണ്ടല്ലോ, യോഗം തുടങ്ങി കഴിഞ്ഞാൽ വരത്തുള്ളൂ, തീരുമ്പം പോകുന്നതിന് മുമ്പ് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മളെ അരുമായിട്ടും അധികം ഒന്നും ഇവരപ്പോഴത്തേനും ഒരു വൈബ്രേഷനൊക്കെ ഇടാറുണ്ട്. എൻ്റെ പൊന്ന് സഹോദരാ, നീ ചത്തുപോയാൽ ആരും വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സഭാംഗം മരിച്ചു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഇതാരാ? കണ്ടിട്ടില്ലല്ലോ. അതങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ആണോ? പക്ഷേ എല്ലാത്തിനും വരികയും കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരെ എല്ലാവർക്കും അറിയാം. അവർക്കൊരാവശ്യം വന്നാൽ എല്ലാവരും എന്തു ചെയ്യും? പ്രാർത്ഥിക്കും. അപ്പോൾ സഭയുടെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തു ചെയ്യണം? ഇടപെടണം. എന്നിട്ട് പറഞ്ഞ് ആവശ്യങ്ങൾ എന്തു ചെയ്യണം? പള്ളിയായിരുന്നു അന്നേരം ആവശ്യം, ഇടപെട്ടു. ചിലപ്പോൾ ആവശ്യം ഒരു മൈക്കായിരിക്കാം, ചിലപ്പോൾ ആവശ്യം ഇവിടെ ഒരു കോൺഗ്രസ് മൈക്കായിരിക്കാം. എത്രയോ പിള്ളേരുണ്ട്, പക്ഷേ ആ കോൺഗ്രസ് മൈക്ക് അങ്ങ് പോയെന്ന് തോന്നുന്നു. അപ്പം ഒരു കാര്യം ചെയ്യും, ഞാനും വരുമ്പം മേടിച്ചുകൊണ്ട് വരാം. അത് അവരെന്തിനകത്ത് ഇടപെടുക? ആവശ്യങ്ങളിൽ ഇടപെടുക. പറഞ്ഞേ, എന്തിലിടപെടണം? ആവശ്യത്തിൽ ഇടപെടണം. ജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തു ചെയ്യണം? ഇടപെടണം. നമ്മളറിയാതെ നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ എത്രയോ പേര് ഇടപെട്ടിട്ടില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്വോത്രം ചെയ്തേ. നമ്മൾ എത്രയോ ഇടത്ത് ക്യൂവാ, ഏതാ എയർപോർട്ടിൽ. അപ്പോൾ ഫ്ലൈറ്റ് മിസ്സാകുമോ എന്നൊരു പേടി, കാരണം നല്ല ക്യൂവാ. പെട്ടെന്ന് ഒരു പയ്യന് ഓടി വരുന്നത്, പാസ്റ്റല്ലയോ? നീ ആരാ? ഞാൻ ഇവിടുത്തെ പെട്ടിയൊക്കെ എടുത്ത് വെക്കുന്ന ആളാ. മത്തി, അവനെ അകത്ത് കയറ്റി വിട്ടു സമയത്തിന്. അവൻ്റെ പെട്ടി കയറ്റി വിട്ടു, പാസ്റ്റർ കയറിപ്പോലെ. എന്നാന്ന് പറഞ്ഞാലും നമ്മുടെ ചില ആവശ്യങ്ങളിൽ ഇടപെടാൻ ഒരു മനസ്സ് അല്ലേ? ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. രണ്ടാമത്തെ ക്വാളിറ്റി, എന്തിനിടപെട്ടു? ആവശ്യങ്ങളിൽ
ഇടപെട്ടു. പ്രത്യേകിച്ച് ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഭയിൽ ഒരു അച്ഛനുണ്ട്. ആ അച്ഛനോട് എന്നോട് പലവട്ടം ചോദിച്ചു, എനിക്കെന്താണ് സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? ഞാനിത് 5 പ്രാവശ്യം പറഞ്ഞതൊരു സംശയം. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനൊക്കും? എന്ത് ചെയ്യാനൊക്കും? താങ്കൾക്ക് എന്ത് ചെയ്യാനോ? പുള്ളി എന്നെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, നല്ല ചായ അടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രത്യേകിച്ച് ചായ സംവിധാനം ഒരുക്കി കൊടുത്ത് പുള്ളി ഞായറാഴ്ച രാവിലെ 6 മണി തൊട്ട് ചായ അടിക്കും. എന്താ വേണ്ടത്? ചായ, കാപ്പി, കടുപ്പം, വിത്ത് നോ മീഡിയം. അപ്പോൾ ഓരോരുത്തരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഒരു കടുപ്പത്തിൽ ഒരു വിത്തൗട്ട്. ഇന്ന് വരെ വീട്ടിൽ പറയാനൊക്കത്തില്ല. അപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് കടുപ്പത്തിലൊരു വിത്തൗട്ട്. സന്തോഷം. രാവിലെ വരുമ്പോൾ ഒരു ചായ കുടിച്ച ഒരു സുഖമല്ലേ? പുള്ളി എന്തിൻ്റെ ഇടപെട്ടു? ജനത്തിൻ്റെ ആവശ്യത്തിൽ ഇടപെട്ടു. കഴിയാവുന്ന നിലയിൽ എന്ത് ചെയ്യണം? ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന സകല പിള്ളേരും എൻജിനീയേഴ്സാണ്. എല്ലാം ബിടെക് സിവിലാണ്. പ്രാർത്ഥിച്ച് ഞാൻ ഓരോരുത്തരെ കയറ്റിവിടും. പക്ഷേ കുറച്ചാൾ വണ്ടി ഓടിക്കും. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് പോകുന്നുമുണ്ട്. ഒന്നും അവിടെയൊക്കെ ദോഷം വന്നില്ല. പക്ഷേ 1-2 പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സഭയെ വണ്ടി ഓടിക്കാനല്ല ഞാൻ എൻ്റെ കൊച്ചനെ പഠിപ്പിച്ചെന്ന്. എൻ്റെ മുഖത്ത് നോക്കി. അങ്ങനെ അവൻ വണ്ടി ഓടിച്ച് നീ സഭ വളർത്തുകയും വേണ്ട. ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പുറത്തുണ്ട്, പറയുന്നില്ല. ക്വസ്റ്റ്യൻ മാർക്ക് സൂക്ഷിക്കണം. ജനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. ഒരു ദിവസം കൊണ്ടൊന്നും കൺവെൻഷൻ പ്രാസംഗികനല്ല. മൈക്ക് ചുമന്നു, കസേര ചുമ്മിയും, കൺവെൻഷൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങിയും, മൈക്കിന് കാവൽ കിടന്നും ഒക്കെ ഇവിടം വരെ എത്തിയേ. ഓർത്തോണേ, ജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. പറഞ്ഞേ, ജനത്തിൻ്റെ ആവശ്യത്തിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ജനത്തിൻ്റെ ആവശ്യത്തിൽ ഇടപെടണം. അപ്പം ആവശ്യങ്ങളിൽ ഇടപെടുക. ക്വാളിറ്റി, അവൻ യോഗ്യന. ക്വാളിറ്റി നമ്പർ 2, അവൻ എന്തിൽ ഇടപെട്ടു? ആവശ്യങ്ങളിൽ ഇടപെട്ടു. 3-ാമത്തെ കാര്യം, യേശു അവരോട് കൂടെ പോയി. വീട്ടിനോട് അടുപ്പറായപ്പം ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടണം, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് അങ്ങൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്കെന്ത് ചെയ്തിട്ടില്ല? തോന്നിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം യോഗ്യനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും താൻ കണ്ടത് തൻ്റെ എന്താ? അയോഗ്യതയാണ്. പറഞ്ഞേ, എന്ത് കണ്ടു? അയോഗ്യത കണ്ടു. യോഗ്യതയല്ല തന്നെ കണ്ടത്. എന്ത് കണ്ടു? ഈ സ്വയം വിശുദ്ധരാകരുതേ, ഞാൻ നിന്നെപ്പോലെ അല്ലെന്ന് പറയല്ലേ. പലരും ഭയങ്കര വിശുദ്ധി പറയും. അവരുടെ വിശുദ്ധി എന്നൊക്കെ കേൾക്കുമ്പോൾ അവരുടെ വിശുദ്ധി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അതിനകത്തൊക്കെ ഭയങ്കര വിയോജിപ്പുകളുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ഓർത്തണം, ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ട് നിൽക്കുകയാണ്. അതല്ലേ സത്യം? നിന്നതാണോ നിർത്തിയതാണോ? ഇതാണ്. യോഗ്യതയുടെ കൂടുതൽ കൊണ്ടാണോ കർത്താവിൻ്റെ കൃപ കൊണ്ടാണോ? ആണെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ടേ, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. നമ്മളൊരു സാധാരണ മനുഷ്യൻ, നാട്ടിൻപുറത്ത് ജനിച്ചവൻ, അതിൻ്റെ എല്ലാ ബലഹീനതകളും കൂടെ ജീവിച്ചവൻ. എന്നാലും നിർത്തിയത് ആരാ? ദൈവ. ചില സമയത്തൊക്കെ കർത്താവ് അങ്ങ് രക്ഷിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ. വൈകി പോവാ, ഒരു ചെറുക്കൻ ഇങ്ങോട്ട് വരും, ചെറുപ്പക്കാരനാ, കണ്ടിട്ട് എങ്ങനെ പോകാതിരിക്കുന്ന നിർത്തുന്ന. ഞാൻ നിർത്തി. എന്തുകൊണ്ടെച്ചാ വിശേഷം? ഒന്നുമില്ല, നമ്മളീ പോവാ യോഗത്തിന് സന്ധിക്കുക. എൻ്റെ കൂടെ ഒരു പാസ്റ്ററുണ്ട്, വൈകിയല്ല, ഒത്തിരി വർഷം മുമ്പാ. ഈ പുള്ളി പതുക്കെ എൻ്റെ അടുക്കലോട്ട് വന്നിട്ട് ചെവിയിലോട്ട് ചോദിച്ചു. പുള്ളി ചോദിച്ച വാക്ക് വേറെയാ, നിൻ്റെ അപ്പൻ്റെ അടക്കം എന്നാന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല. ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുക, നിൻ്റെ അപ്പൻ്റെ അടക്കം വയ്യാവേരി വന്നു കയറുന്ന വഴി കണ്ടോ? ഞാൻ വെറുതെ യോഗത്തിന് പോവാ, എനിക്ക് ഇവനോട് ഒരു പ്രശ്നമില്ല, നിൻ്റെ അപ്പൻ്റെ അടക്കം എന്നാന്ന് ചോദിച്ചു. ആഹാ, എൻ്റെ അപ്പൻ്റെയാ? എൻ്റെ അപ്പൻ്റെയാ. നിൻ്റെ അടക്കം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസമാണ്, എന്നെ അടക്കിയിട്ട് പിറ്റേ ദിവസമാണ്. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി, എൻ്റെ പുറകിൽ ഇരുന്ന് പാസം എടുക്കാനായിരുന്നു. പുള്ളി അലറി, ഇടാ ഓടറോ, ഇവൻ പ്യായ, നീ ഓടി പോടാ. ഞാൻ ബൈക്ക് വെച്ച് സ്റ്റാൻഡേ വെച്ച സമയം കൊണ്ട് ഇവൻ ഓടി. ഞാൻ ഇവൻ്റെ പുറകെ ഒരു അരമണിക്കൂർ ഓടി നടന്നു. ഇവനെ കിട്ടിയില്ല. ഇവനൊരു കുഴിക്കകത്ത് ഇറങ്ങിയിരുന്നു. കൃപ. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ പാസ്റ്റാണ്. എൻ്റെ അപ്പനെ വിളിച്ചപ്പോൾ എനിക്ക് നൊന്തന്നേ. ഇപ്പോഴത്തെ ഈ CBSE പിള്ളേരെ അപ്പനെ വിളിച്ചാൽ അവരൊന്നും പറയത്തില്ല. എന്നെ അല്ലല്ലോ, അപ്പനെ അല്ലേ. ആ ടൈപ്പ് ഈ ബ്രോയിലർ ചിക്കനല്ല നമ്മളൊന്നും. നമുക്ക് അപ്പനെ വിളിച്ചാൽ നോവും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അനാഥ പിള്ളേരുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് നിൽക്കുന്നത്. അപ്പനെ വിളിക്കാവോ? അനാഥ പിള്ളേരുടെ അപ്പനെ വിളിക്കാവോ? വിളിച്ചാൽ ഒന്ന് കീറുവൻ. അവനൊരിക്കൽ പോലും അപ്പനെ കണ്ടിട്ടില്ല. പക്ഷേ അവൻ്റെ അപ്പനെ വിളിച്ച് പോലീസുകാരനാണെന്നല്ല അവൻ കുരവിളിക്ക് പിടിക്കും.
കാരണം അവന് അപ്പനറിയത്തില്ല, അവന് ആകബോധമുണ്ട് അപ്പനാണ്. പക്ഷേ എൻ്റെ അപ്പനെ വിളിച്ചപ്പോൾ എനിക്ക് വന്നു, എനിക്കിപ്പോഴും പേടിയാണ്. സഭയെ ആരെങ്കിലും വീഡിയോ എടുത്തായിരുന്നെങ്കിലും, ആരെങ്കിലും കണ്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോഴും എനിക്ക് ബോധം വന്നു. ഗ്ലോറി, സ്തോത്രം, ക്ഷമിക്കണേ കർത്താവേ, കൃപ, രക്തം, ജയം. 5 മിനിറ്റേ ഉള്ളായിരുന്നു. പക്ഷേ ഈ 5 മിനിറ്റ് നമ്മൾ മറന്നുപോയി. നമ്മളെ ആരെ? എന്നെ. ഞാൻ യോഗ്യനാണോ? അല്ല. ക്ഷമിക്കണേ. ഒരു കാര്യം, സീനിയർ പാസ്റ്ററൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് പറയാം എൻ്റെ വാക്കുകളെ. എന്നാലും ഞാൻ യൂത്ത് ക്യാമ്പിനൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ പിള്ളേർ എന്നോട് വന്ന് ചോദിക്കും, സാധാരണ ഇന്നത്തെ കേരളത്തിലെ ഒരു സമൂഹത്തിൽ LGBT സെക്ഷൽ ഇഷ്യൂസ് ഒക്കെ എടുക്കാൻ എളിയവനെ വിളിക്കാറുണ്ട്. ഞാൻ ഈ പിള്ളേർ മാത്രമാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കറ തീർന്ന് രസിച്ച് സന്തോഷമായിട്ട് ആവേശത്തോടെ പറയാനുള്ളൊരു കൃപയും ദൈവം തരും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഒന്നിട്ട് പിള്ളേരിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റങ്ങളെ ഇതെല്ലാം പാസ്റ്റങ്ങൾ പറഞ്ഞാലും പാസ്റ്റങ്ങൾക്ക് അപ്പം ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രേമം തോന്നി ഒന്നിനോട് എന്നോട് തോന്നിയില്ല. എന്നോട് തോന്നിയതിനോട് എനിക്കും തോന്നിയില്ല. ഇനി ഞങ്ങൾക്ക് രണ്ടും തോന്നിയെന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മ ആരാ മോളെന്നറിയാം, പ്രാർത്ഥിച്ച് അതിനെ നാട് കടത്തി. എൻ്റെ അമ്മ ആര് സംഭവം എന്നറിയാം, ഉപവസിച്ച് അതിനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടും. ആ ടൈപ്പ് അമ്മയായിരുന്നുകൊണ്ട് ഒന്നും ഒത്തില്ല. കല്ലുള്ളപ്പം പട്ടിയില്ലായിരുന്നു, പട്ടിയുള്ളപ്പം കല്ലില്ലായിരുന്നു, എറിയാനൊത്തില്ല. ആരുടെ കൃപയാ? ആരുടെ കൃപയാ? ദൈവത്തിൻ്റെ കൃപ. അതാണ് എൻ്റെ യോഗ്യത. ആണോ? അതാണോ സത്യം? നമ്മുടെ വിശുദ്ധിയാണോ? തമ്പുരാൻ്റെ കവറേജ് കൊണ്ടായിരുന്നോ? തമ്പുരാൻ കാത്തുകൊണ്ടാണെങ്കിൽ ഉറക്കം ഒന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. വീടൊരു തുറന്ന വീടാണ്, ഒത്തിരി പിള്ളേർ താമസമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തിട്ട് പറയും, ചോറിടുമ്പോൾ ആദ്യം ഇച്ചിരി ഉപ്പിടും, ഇല ഇട്ടിട്ട്, എന്നിട്ട് ഉപ്പ് നക്കിക്കും. ഞാൻ ചെന്നിട്ട് കുറേ എണ്ണത്തിൽ നക്കിക്കാതിരിക്കുക. നല്ല പിള്ളേരായതുങ്ങൾ. അതൊറ്റ കാര്യം, ഉപ്പ് കൂട്ടി തിന്നവനെ ചതിക്കരുത്. ലവണ ഉടമ്പടിയാണ്. എന്നാ കാര്യം ചോദിച്ചാൽ, നമുക്കിവിടെ മറകളില്ല. ഞാനും ഭാര്യയും പിള്ളേരും നിങ്ങളും എല്ലാം കൂടെ ഒന്നിച്ച് ജീവിക്കുക. അപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും, ഭാര്യ എന്നോട് പിണങ്ങിയിരിക്കും, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുക. ഇതെല്ലാം കേട്ടിട്ട് നീ അപ്പുറത്ത് പോയി എന്ത് ചെയ്യരുത്, പറയരുത്. നമുക്ക് സ്വകാര്യതയില്ല. എൻ്റെ ഉപ്പ് കൂട്ടി തിന്നെങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. കാരണം ഞാൻ മനുഷ്യനല്ലേ. അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു താല്പര്യമുള്ളൂ, ഇതൊന്നും നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, ആരുടെ കൃപയാണ്. അതുകൊണ്ടാണ് പാട്ട് പാടുന്നു. ചിക്കുവിൻ്റെ പാട്ട് ചിക്കുവാണോ എഴുതിയത്, എന്നാലും ചിക്കു പാടിയിരുന്നു, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം, എങ്കിലും തള്ളിയില്ല ഏഴയെ. വലിയ പാട്ടാ. ഞാൻ യോഗ്യനാണോ? അല്ല. ഈയൊക്കെ തിരിച്ചറിവുണ്ടായി. ഞാൻ ആരല്ല, യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല. എൻ്റെ ക്വാളിഫിക്കേഷൻസ്, എൻ്റെ മുഴുവൻ കഴിവുകളും എൻ്റെ അയോഗ്യതകളാണ്. എൻ്റെ അയോഗ്യതകൾ കണ്ടെന്നെ സ്നേഹിച്ച സ്നേഹമേ, എൻ്റെ അയോഗ്യതകൾ കണ്ടിട്ടും എന്നെ വെട്ടിക്കളയാഞ്ഞ സ്നേഹമേ, എൻ്റെ അയോഗ്യതകൾ കണ്ടിട്ടും ഇന്നും എന്നെ സൂക്ഷിച്ച സ്നേഹമേ. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ചേ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം നിൻ നന്മ എങ്കിലും സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ചേർന്ന് പഠിക്കേ. എങ്കിലും നീ സ്നേഹിച്ചു. ഹല്ലേലൂയ. എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നാട്ടൊലിവായി തീർന്നിട്ടും കായ്
കരങ്ങൾ ഉയർത്തി പാടാവുന്നവര് സത്യസന്ധമായി ഒരു തുറന്ന മനസ്സോടെ സമർപ്പണത്തോടെ അതാണ് സത്യമെങ്കിൽ പറ. ഓ ഇത്ര കരങ്ങൾ ഉയർത്തി തീരുമാനത്തോടെ ഒരു തുറന്ന മനസ്സോടെ ഒരു തുറന്ന സമർപ്പണത്തോടെ പാട്. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം, ഞാൻ യോഗ്യനല്ല അപ്പ, ഞാൻ യോഗ്യനല്ലപ്പ. കുടുംബം ഒന്നും പറയാനില്ലപ്പ, പ്രാപ്തി ഒന്നും പറയാനില്ലപ്പ, നിന്നതല്ല നിർത്തിയതാപ്പ. സ്നേഹിച്ചു എങ്കിലോ ഒന്ന്, ജനത്തെ സ്നേഹിച്ചു. തൻ്റെ ജനത്തെ സ്നേഹിക്കണം, നമ്മുടെ ജനത്തെ സ്നേഹിക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണം. ഒരു ക്രൈസ്തവനോട് സ്നേഹം ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പത്രത്തിലൊക്കെ വാർത്ത കാണുമ്പോൾ കൊന്നു വെട്ടി നുറുക്കി ആ പിള്ളേരുടെ പേരൊക്കെ ക്രിസ്ത്യാനിയുടെ പേരാണെങ്കിൽ എനിക്ക് സങ്കടം. ലഹരിക്കടത്ത് പിടിച്ചു ക്രിസ്ത്യാനിയാണ്. ആസ് എ ക്രിസ്ത്യൻ, ആസ് എ വിശ്വാസി, ഒരു വിശ്വാസി എന്നാലും എനിക്കത് സങ്കടമാണ്. കാരണം നമ്മുടെ പിള്ളേരുടെ പേരുകൾ അങ്ങനെ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ഉടനെ ഇത് പാസ്റ്റർ മോനെ 10 പേരെ അറിയാൻ ഞാൻ പറയത്തില്ല. കാരണം എന്നാ ചോദിച്ചാൽ എനിക്ക് ജനത്തെ എന്താ ഇതുകൊണ്ടാണ്, സ്നേഹമായതുകൊണ്ടാണ്. വല്ലയിടത്തും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ സമാധാനത്തിൽ ഉണ്ടാകുമ്പോൾ ഉടനെ വീഡിയോ എടുത്തിട്ട് പബ്ലിസിറ്റി ഇടുന്നവരുണ്ട്. അവൻ ജനത്തെ സ്നേഹിച്ചിട്ടില്ല ഒരിക്കൽ പോലും. കാരണം സ്വന്തം വീട്ടിൽ വഴക്കുണ്ടായി നമ്മൾ ഇടുവോ? ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം മരിച്ചു കിടക്കുമ്പോൾ ഒരുങ്ങിയിട്ടില്ല, ഒരുക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്തപ്പം പിള്ളേർ വയലൻ്റ് ആകുന്നു. നീ ആരാ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ എടുക്കാൻ? കാരണം അപ്പനെ കൊണ്ടുവന്നപ്പോഴേ ഒന്ന് ആക്സിഡൻ്റ് അല്ല ആ ഒരു വൃത്തിയാക്കി ഷേവ് ചെയ്ത് കുളിപ്പിച്ച് നല്ല രീതിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ വരാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ അപ്പനായതുകൊണ്ടാണ്. അത് തന്നെ കർത്താവിൽ കാണുന്നുണ്ട്. കർത്താവ് ഒരു കുഞ്ഞ് മരിച്ചു, എത്ര വയസ്സാ? 12 വയസ്സാ. യായിറൂസിൻ്റെ കുച്ച അവിടെ ചെന്നപ്പോൾ എല്ലാത്തിനും പുറത്താക്കി, ആരും വരണ്ട. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, 12 വയസ്സുള്ള പെങ്കൊച്ച ഒരു പക്ഷേ അത് പ്രോപ്പർലി ട്രസ്റ്റ് ആയിരിക്കത്തില്ല. ഒരു 12 വയസ്സുള്ള പെങ്കൊച്ച് മരിച്ചു കിടക്കുമ്പോൾ ഇവന്മാർ ഫോട്ടോ എടുക്കണ്ട, കാണണ്ട എന്ന് ആര് നിശ്ചയിച്ചു? ദൈവം നിശ്ചയിച്ചു. എല്ലാത്തിനും പുറത്താക്കി. നീ ആ കൊച്ചിനെ ചത്ത് കിടക്കുന്ന കാണണ്ട, നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രവും വേണ്ട. നാളെ കല്യാണം വരുമ്പോൾ നീ പറയാൻ എൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ എന്നെ കാണിക്കണ്ടെന്ന് എൻ്റെ തമ്പുരാന് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ കാര്യം നമ്മൾ മറയ്ക്കും. ഇത് തന്നെയായിരിക്കണം ഒരു സഭയോടുള്ള നിലപാട്. സഭയോടുള്ള നിലപാടും അതായിരിക്കണം. എൻ്റെ സഭയാണ്, എൻ്റെ സമൂഹമാണ്, എൻ്റെ ഭാഷ. ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ആരാ മറയ്ക്കുന്നേ? പുണ്യപ്രവൃത്തി പോലെ ചെയ്യുന്നവരോട് പറയട്ടെ, പുണ്യമല്ല ശാപപ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം, ജനത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. 2, ജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ഇടപെടണം. 3-ാമത്തെ കാര്യം, ഞാൻ എന്തല്ല, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ എന്തല്ല, യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ലെന്ന്. എനിക്ക് ഈ വലിയ കുടുംബമഹിമയൊക്കെ പറയുന്നത് സങ്കടമാണ് കേട്ടോ. കുടുംബമഹിമയൊക്കെ പറയുന്നവരുടെ സംഭവങ്ങൾ എനിക്കറിയാം. ആ കുടുംബത്തിൽ തന്നെ സ്വന്തം ഒരു കൂടപ്പുറപ്പ് പിഴച്ചു പോയ, കുടിച്ചു പോയ, വട്ട് പിടിച്ച, അതാരാൻ ചോദിച്ചാൽ നമ്മുടെയാന്ന് പറയോ? ഇല്ല. അത് മറ്റേത് ഞങ്ങളുടെ വീട്ടുകാർ വേറെ. ഞങ്ങൾ റാന്നിക്കാരെന്ന് പറയുന്നറിയാം, ഞങ്ങൾ തെക്കും ഭാഗം, അത് വടക്കും ഭാഗക്കാരാ. വേറെയാ, നമ്മുടെയാ, സ്വന്തം. അപ്പോൾ ഈ ഒരു മാന്യത തന്നെങ്കിൽ തമ്പുരാൻ്റെ കൃപയെന്ന് ഓർത്താൽ മതി. ഞാൻ യോഗ്യനൊന്നും അല്ല, തമ്പുരാൻ എന്നെ യോഗ്യനായി എണ്ണി. ഹല്ലേലൂയ. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ എന്തല്ല, പോരാത്തവനാ, യോഗ്യനല്ല. അവനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നു, അവൻ ആരാ?
യോഗ്യന. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം പറയുകയാണ്, 9-ാം വാക്യം, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടു. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, എന്തിന് കീഴ്പ്പെട്ടിരുന്നു? ഉറക്കെ പറഞ്ഞേ, എന്തിന് കീഴ്പ്പെട്ടിരിക്കണം? അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഗോഡ് ഗിവൺ അതോറിറ്റീസ് ഉണ്ട്, അതിന് കീഴ്പ്പെട്ടേ ഒക്കത്തുള്ളൂ. ഇന്ന് ഈക്വാലിറ്റിയുടെ നാടാ, എല്ലാവരും ഈക്വാലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഈക്വാലിറ്റിയാണ്, സമ്മതിച്ചു, വേദപുസ്തകവും പറയുന്നത് ഈക്വാലിറ്റി തന്നെയാണ്. പക്ഷേ അതിനകത്തും ദൈവം ഒരു ഹൈറാർക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? സ്ത്രീയുടെ തല ആരാ? പുരുഷൻ. പുരുഷൻ്റെ തല ആരാ? പുരുഷൻ്റെ തല ആരാ? ക്രിസ്തു. ആണോ? ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈറാർക്കിൽ ആരാ അധികാരി? ഞാനൊരു മെയിൽ ഷോവനിസ്റ്റ് അല്ല, പുരുഷ വംശത്തിന് വേണ്ടി സംസാരിക്കുകയുമല്ല. പക്ഷേ എൻ്റെ ബൈബിള് പറയുന്നൊരു കുറേ കാര്യങ്ങളുണ്ട്. ആരാ വലുത്? ആരാ വലുത്? ഭാര്യയാണോ ഭർത്താവാണോ? ഭർത്താവാണ് അധികാരി. അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത്, ഭർത്താവാണ് അധികാരി. ആർക്ക് കീഴ്പ്പെടണം? ഭർത്താവിന് കീഴ്പ്പെടണം. മിണ്ടുന്നില്ല, കണ്ടോ? നിശബ്ദത, ശാന്തത, മുമ്പത്തെ ആവേശമൊക്കെ കുറഞ്ഞു. അത് ഇന്ന് പറയാൻ പാടാ, കാരണം ട്രെൻഡ് മാറുകയാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആൺപിള്ളേരൊക്കെ ആണെങ്കിലും നിക്കറൊക്കെ കൊണ്ടിട്ട് നടക്കും. ബാംഗ്ലൂരാണ്, കോട്ടയമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. റാന്നി ഉൾപ്പെടെ എല്ലാം ഏകദേശം ഒരുപോലെ ഗ്ലോബൽ കൾച്ചറാണ്. നമ്മൾ വി ആർ ലിവിങ് ഇൻ എ ഗ്ലോബൽ ഒരു വില്ലേജിലാണ് ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂരിൻ്റെ ചെറിയ ചലനം പോലും റാന്നി സ്പർശിക്കും. അമേരിക്കയിലെ ചെറിയ ചലനം പോലും ഇങ്ങ് കൊച്ചു ഗ്രാമങ്ങളിൽ വരും. അതാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി. അപ്പം ആൺപിള്ളേർ നിക്കറിടുകയാണെങ്കിൽ എന്തോരം ഇറക്കും. ഇപ്പോൾ ആൺപിള്ളേരും ഫോർമലായിട്ട് നിക്കറൊക്കെ ഇട്ടാണ് പല ഇപ്പോൾ എന്തോരം ഇറക്കം കാണും ആൺപിള്ളേരുടെ നിക്കറിന്. പറഞ്ഞോ, പെൺപിള്ളേർ എന്ത് ചെയ്യും? പറ. മുട്ട് വരെ. പെൺപിള്ളേരുടെ നിക്കറിന് ഇവിടം വരെ ഇറക്കം കാണും. തെറ്റും കുറ്റം കളിയാക്കാൻ പറയുന്നതല്ല. പെൺപിള്ളേരുടെ നിക്കറിന് എന്തോരം ഇറക്കം കാണും? പറയണ്ട. എന്നാലും അപ്പോൾ ആരാ മാന്യൻ? ആരാ മാന്യൻ? ഇനി എനിക്ക് ഒത്തിരി അടുത്ത് വെച്ച് കണ്ടു ഈ കമ്മലും മാലയില്ലാത്ത പെൺപിള്ളേരെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, വിശ്വാസിയാണ്? എനിക്ക് സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ അവർ ഹിന്ദുക്കളായിരുന്നു. ഇപ്പോൾ ഒത്തിരി പിള്ളേരും എന്തിടത്തില്ല, ആഭരണം ഇടാത്ത പിള്ളേരെ കണ്ടുണ്ടോ? അവർക്ക് വലിയ ഇത്രയും നിറച്ചു ഭയങ്കര ചെയിനും വളയും ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് പെൺപിള്ളേർ ഇറങ്ങുമോ? ഇല്ല. ഇനി ഇടുകയാണെങ്കിൽ പോലും ഒരു 100 പോലൊരു മാലയും അതിൻ്റെ അറ്റത്ത് നല്ലൊരു ഡയമണ്ടോ ഇച്ചിരി വിലയുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് മാന്യത. ഇവനോ ഇവിടെ കുത്തി, ഇവിടെയും കുത്തി, ഇവിടെയും കുത്തി പോവുക. അപ്പോൾ ഇവനാരായി? ഇവനാരായി? പെണ്ണിൻ്റെ സ്വഭാവമായി. പെണ്ണാരായി? ആണായി. ഇനി പെൺപിള്ളേർ കണ്ട് ബോബി നല്ല മുടിയുള്ള പെണ്ണെ കണ്ടപ്പോൾ ഞാൻ ഇപ്പം കണ്ടപ്പോൾ എന്താണ്ട് ബോബി തിരിക്കുക, എടി എന്താ വൃത്തിയാണ്, നല്ല മുടിയല്ലായിരുന്നു. അത് ഞാൻ ക്യാൻസർ പേഷ്യൻസിന് ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്തു. എന്തിനാ? ഭയങ്കര ചൂടാ, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാ. അങ്ങനെ ഒരു പുണ്യം ചെയ്തു. അവനോ മുടിയെല്ലാം കൂടെ വളർത്തി കെട്ടി വെച്ചേക്കുക. അവനെന്തോ ആയി? കുടുമിയായി. ഇവക്കെന്തായി? ബോബായി. അവൾ ബുള്ളറ്റേ പോവാ. റാന്നി വന്നപ്പോൾ ഞാൻ വന്നാൽ മതി, ഞങ്ങളുടെ റാന്നി വന്ന് ഇന്നാ കാണിക്കാം. 3 കയറി പോകുന്ന പിള്ളേരെ കാണിക്കാം. ബുള്ളറ്റല്ല, ഒറ്റയ്ക്ക് അവൾ സോളോ ട്രിപ്പ് പോവുക. അവിടെ ധൈര്യം എന്നറിയാമോ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മോളെ എന്തുറപ്പിലായി പോന്നേ? എൻ്റെ പെപ്പർ സ്പ്രേയും പിച്ചാത്തിയും ഉണ്ട്. ഇവിടെ ഇത് എടുക്കട്ടെ. എൻ്റെ പെപ്പർ സ്പ്രേയും പിച്ചാത്തിയും ഒക്കെ ആയിട്ടാണ് പോന്നേ ഒറ്റയ്ക്ക്. അവൾ ബുള്ളറ്റിൽ നിക്കറ് വിട്ട് ആഭരണം ഇടാതെ പോകുമ്പോൾ ഇവൻ തണ്ട് കുടുമിയും വെച്ച് കടുക്കന് വിട്ട് കമ്മലും വിട്ട് ആക്റ്റീവായാൽ അവിടെ പുറകെ. അവൾ ബുള്ളറ്റിൽ പോവാ. അതോ 500 cc ബുള്ളറ്റ് അവൾ കുട്ടിക്കാനം കയറുമ്പോൾ ഇവനിങ്ങനെ ആക്റ്റീവായി പോയ അവളോടാണ് നമ്മൾ പറയുന്നത്, ഭാര്യയെ ഭർത്താവിന് എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. എവിടെ ഇരിക്കാനാ? എന്നാലും മറക്കരുതേ, ബൈബിള് മാറുമോ? ഇല്ല. കൾച്ചർ അനുസരിച്ചും സ്വഭാവം അനുസരിച്ചും ആണ്ടോടടക്കം ബൈബിള് മാറിയില്ല. ഒരു പക്ഷേ ഷേക്സ്പിയറിൻ്റെ നാടകം വായിച്ച് ആദ്യം കരയത്തില്ല. പക്ഷേ 2 ഐഫോൺ 15 2 കയ്യിലും മാക്കിൻ്റെ ലാപ്പ് മടിയിലും ഇരിക്കുന്ന പെണ്ണും ഇന്നും ബൈബിൾ വായിച്ച് കരയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ദൈവനിശ്വാസി ആയതുകൊണ്ടാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് എഴുതിയ ബൈബിള് വായിച്ച് ഇന്നും കരയുക. എന്തുകൊണ്ടാണ്? ഇത് ബൈബിൾ ദൈവനിശ്വാസം ആയതുകൊണ്ടാണ്. അപ്പം ബൈബിള് പറയുന്നു, ആരാ വലുത്? പുരുഷൻ വലുതും ചെറുതും നല്ല അധികാരം. അവിടെ വരുമ്പോൾ ഒരു ഹൈറാർക്കിയാണ്, ഗോഡ് ഗിവൺ ഡിവൈൻ ഹൈറാർക്കികളാണ്. അതിനെന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ?
കീഴ്പ്പെട്ടിരുന്നേ ഒക്കത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, കീഴ്പ്പെടണം. ഇന്ന് പലയിടത്തും പ്രശ്നം എന്നറിയാമോ? പൈസ. പലയിടത്തും ഭർത്താവിനെക്കാട്ടും കൂടുതൽ ശമ്പളം ആരായിരുന്നു? ഭാര്യയ്ക്കായിരുന്നു. നേരത്തെ വാട്ട് ഈസ് യുവർ മദർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന അന്തസ്സുള്ളൊരു ഉത്തരം ഉണ്ടായിരുന്നു. എന്താ? മൈ മദർ ഈസ് എ, ബാക്കി പറഞ്ഞോ, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊന്ന് കൈപൊക്കാമോ? വാട്ട് ഈസ് യുവർ മദർ, ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു. ഒരു അപമാനവും ഇല്ലായിരുന്നു. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ തീരുമാനിച്ചു ആരെ വളർത്തണം? പിള്ളേരെ വളർത്തണം. മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. അച്ഛനായിരുന്നു ബ്രെഡ് വിന്നർ. ഡിവോഴ്സ് ഉണ്ടായിരുന്നു, കൂടിയോ കുറഞ്ഞായിരുന്നു? അന്ന് കൂടുതലായിരുന്നു, കുറവായിരുന്നു. ഇപ്പം എന്താ പറ്റിയേ? രണ്ടു പേർക്കും പൈസയായി. എനിക്ക് എൻ്റെ പൈസ, നിനക്ക് നിൻ്റെ പൈസ. എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ ഉപദേശിമാർ കഥ പറയും. എങ്ങനെ പറയുമെന്നറിയാമോ? ആഫ്രിക്കയിൽ നടന്നത് അന്റാർട്ടിക്കയിൽ നടന്നതായിട്ട് പറയും, അന്റാർട്ടിക്കയിൽ നടന്നത് ഉഗാണ്ടയിൽ നടന്നതായിട്ട് പറയും. ക്ലൂ തരത്തില്ല, കാര്യം പറയും. പ്രയോജനപ്പെടാൻ എന്നെ ഒരു തണുത്ത രാജ്യത്ത് കൊണ്ടുപോയി. ഒത്തിരി വർഷം മുമ്പാണ്, ഓള് പണിയുന്ന സമയമാണ്. എൻ്റെ ഒരു കസിനാണ് കൊണ്ടുപോയത്. ചർച്ചിൻ്റെ പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എളിവനെ അവിടെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ഈ കസിൻ എന്നെയും കൂട്ടി പറഞ്ഞു, ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. ഞങ്ങൾ രണ്ടും കൂടെ പോയി. എന്നോട് പറഞ്ഞു, നീ അവിടെ ചെറിയ പ്രശ്നമുണ്ട്, നമ്മളവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചെങ്കിൽ പോന്നാൽ മതി. ഞങ്ങളവിടെ ചെന്ന് ഇരിക്കുക, നല്ല തണുപ്പാണ്. പക്ഷേ ആ സ്ഥലത്തെ ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൻ്റെ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത, അവിടുത്തെ ഉള്ള വീടുകൾ പണിതേക്കുന്നത് അവിടെ ഗ്യാസ്, ഈ ഹീറ്റിംഗ് സിസ്റ്റം ടോപ്പപ്പ് ചെയ്യുക. ഇവർ ടോപ്പപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹീറ്റില്ല, നല്ല തണുപ്പ്. എന്നെ അങ്ങ് വിറയ്ക്കുക, പിള്ളേരെയും വിറയ്ക്കുന്നു. ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നെ തണുക്കുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇതെന്നെ ഹീറ്ററില്ലേ? അപ്പോൾ ഇവർ കണ്ണി നോക്കുക. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം അവളാണ് ചെയ്തത്, അവിടെ പൈസ ടോപ്പപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവൻ ചെയ്തു. ഇപ്പോഴത്തെ ടേണിൽ ഇവൻ ഏതാണ്ട് ഇങ്ങനെ വരണം, പക്ഷെ അവൻ ചെയ്തില്ല. അതുകൊണ്ട് അവളും എന്ത് ചെയ്തില്ല, വിറയ്ക്കുക, എന്നെ വിറയ്ക്കുക. എൻ്റെ പ്രശ്നം എന്നെ വിറയ്ക്കുക എന്നുള്ള. അപ്പോൾ പിന്നെ സംസാരിച്ച് പൈസയുടെ കണക്കാണ്. അവിടെ അപ്പന് അസുഖം വന്നപ്പോൾ ഇവൻ അയപ്പിച്ചില്ല, അയാൾ മരിച്ചുപോയി. ഇവൻ്റെ അപ്പന് അസുഖം വന്നപ്പോൾ അയാളും അയപ്പിച്ചില്ല. രണ്ടപ്പന്മാരും പിള്ളേർ പുറത്ത ചികിത്സ കിട്ടാതെ മരിച്ചു. പിന്നെയും പൈസയുടെ പേരിൽ കിടന്ന് വഴക്ക. എനിക്കെൻ്റെ ധാർമ്മിക രോഷം കയറി. ഞാൻ പറഞ്ഞു, പോവാം, എഴുന്നേക്ക്. എൻ്റെ കസിൻ എൻ്റെ ചെവി പറഞ്ഞു, ഗുണം പിടിക്കുന്ന കേസല്ല, പക്ഷെ പള്ളി പണിയണം, പൈസ വേണം, ഇവളെ സപ്പോർട്ട് ചെയ്തോ, കിട്ടുന്ന മേടിച്ചോണ്ട് പോവാം. എന്തൊക്കെയാണ് നമുക്ക് ചർച്ച പണിയണ്ടേ? ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ചർച്ച പണിതാൽ കമ്പി സിമെൻറ്റ് ഇടിഞ്ഞു പോകും, ഇരിക്കത്തില്ല. ഇവിടെ നിങ്ങളെന്താ പറയുന്നത്? നമ്മൾ പൈസ കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രാർത്ഥിക്കും. വേണ്ടാത്ത പൈസ എന്ത് ചെയ്യരുത്? വരല്ലെന്ന് പ്രാർത്ഥിക്കണം. കാരണം വേണ്ടാത്ത പൈസ വന്നാൽ കുഴപ്പമാണ്. നല്ലത് നിർബന്ധത്താലും അല്ലാത്ത സന്തോഷത്തോടെ തരുന്നതിനെ കർത്താവ് സ്നേഹിക്കത്തുള്ളൂ. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ഒക്കെ ആരാന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. തമ്പുരാൻ ഇവിടെ കിടന്ന് നന്മ തന്നപ്പോൾ പൈസയുടെ പേരിൽ തല്ലുകല്ലേ, ഞാൻ പോവാ. പക്ഷേ പ്രാർത്ഥിക്കത്തില്ല. ഈ വീട്ടിൽ പ്രാർത്ഥിക്കുക കാര്യമില്ല. മുത്ത് എടുത്ത് പന്നിയുടെ മുമ്പ് ഇടാനൊക്കത്തില്ല. ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പൈസയും വേണ്ട, എനിക്കെൻ്റെ ഒന്നും വേണ്ട. ഞാൻ ചെരുപ്പം പൊടി തട്ടിയിട്ടിട്ട് ഇങ്ങനെ പോകുന്നു. എനിക്കൊരു ധാർമ്മിക രോഷം. ഞാനങ്ങനെ ചെയ്യുന്നതല്ല. ഞാൻ പൊതുവേ ശാന്തന, മാക്സിമം പിടിച്ച് നിൽക്കും. ഞാനിങ്ങനെ പോന്നു കഴിഞ്ഞപ്പം ഞാൻ ആ രാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് കേട്ടു രണ്ടുപേരും കൂടെ വഴക്കുണ്ടായപ്പോൾ വഴക്കം മൂത്തപ്പോൾ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അവനെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, അവനെ ഡീപ്പോർട്ട് ചെയ്തു. അവളുടെ പിള്ളേരെ രണ്ടിനെയും പാകിസ്ഥാനികൾക്ക് വളർത്താൻ കൊടുത്തു. അവിടെ പൈസ, എന്തിൻ്റെ പൈസയാ? എന്തൊന്ന് പൈസ ഇത്? ആർക്ക് വേണം പൈസ? എൻ്റെ പൈസ ആർക്ക് വേണം? ആർക്കും വേണ്ട കുഞ്ഞെ. ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പൈസയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ മുട്ട കുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നിട്ട് ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് ആദ്യം കൊണ്ട് മാറ്റി വെക്കണം. അപ്പനെ സഹായിക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി വെക്കണം. എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചോ, കടവില്ലാതെ തമ്പുരാനൊക്കെ നടത്തും. അപ്പം ഒരു കാര്യം ഓർത്തണം, എത്ര ഉയർന്നാലും എന്തിന് കീഴ്പ്പെടണം? അധികാരത്തിന് എന്ത് ചെയ്യണം? ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞേ. അധികാരത്തിന് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പനാണോ വലുത്, പിള്ളേരാണോ വലുത്? ആരാ വലുത്? അപ്പന. നാട്ടിലൊരു ചൊല്ലുണ്ടേ, പഴഞ്ചൊല്ലി പതിരില്ലെന്ന് പറയും. ഇഷ്ടമായതുകൊണ്ട് അങ്ങ് പറയുന്ന, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് എന്തോ ഇല്ല. കേട്ടില്ല. അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എന്നാണെന്നറിയാമോ? ഈ കുമ്മനൊക്കെ ഇങ്ങനെ വരും പിള്ളേർക്ക്. ചവിട്ടിത്തിരിയും അറിയാവുന്ന അമ്മമാരുണ്ട്, കുടലൊക്കെ മറിയുമ്പോൾ. അതിന്നില്ല. അവരിങ്ങനെ പിള്ളേരെ കിടത്തിയിട്ട് തള്ളവരിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ചവിട്ടി ഒരു തിരുമുണ്ട്. ഓക്കെ ആവും കുടൽ. അറിയാവുന്നൊരു തിരുമണം. അതുകൊണ്ടാണ് പറയുന്നത്, തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് എന്തോ ഇല്ല. എന്നാൽ പിള്ള തള്ളയെ ചവിട്ടിയാലോ? പൗലോസ് പാറക്കരെ അച്ഛൻ ഒത്തിരി വർഷം മുമ്പ് പറഞ്ഞൊരു പ്രസംഗം എളിയവൻ കേട്ടു. അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ലാസ്റ്റ് ബസ് തിരുവല്ലയിൽ നിന്ന് വരിക. ഈ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ വണ്ടി പോകുന്ന ഓർത്തില്ല, ചാടി ഇറങ്ങി കേട്ടു. ബാക്കി അച്ഛൻ പറഞ്ഞൊരു സംഭവം, ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ആ ചെറുപ്പക്കാരന് ദേഹം മുഴുവൻ തീ പിടിച്ചു.
എങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചു കത്തിച്ചു. അപ്പം കുറേ പിള്ളേർ തൊട്ടടുത്ത് നിന്ന് ബാഡ്മിൻ്റൺ കളിക്കുക. ഇതുങ്ങളെല്ലാം കൂടെ ഓടിച്ചെന്ന് ഒരു തരത്തിൽ തീ കിടത്തി ഇവനെ വലിച്ച് വണ്ടിയെ കയറ്റി മെഡിക്കൽ കോളേജ് ചെന്ന് 90% 95% ബാൻഡായി. അവൻ മരിച്ചുപോയി. അച്ഛൻ പറഞ്ഞൊരു കഥ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യുക, ഏതാണ്ട് അതുപോലെ തന്നെ ഒത്തിരി വർഷം മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇവരവനെ കൊണ്ടിട്ട് മോർച്ചറിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇൻക്വസ്റ്റിന് പോയി പോലീസിനെ അറിയിക്കാൻ പോയി. പിന്നെ നൂലാമാലകളാണ്, ഒത്തിരി ഉണ്ടല്ലോ ചടങ്ങുകൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുന്നതിന് ഇവർ പോലീസിനെയൊക്കെ അറിയിച്ച് തിരിച്ചു വന്നപ്പം കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. കത്തിക്കരിഞ്ഞ ശരീരത്തിൻ്റെ ഇത് മോർച്ചറിയല്ലേ, ഇടയ്ക്കൂടെ കാക്ക വന്നിട്ട് കണ്ണ് രണ്ടും കൊത്തിപ്പറിച്ച് താഴ്ത്തിട്ടേക്കുക. അവൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. 17ാമത്തെ വയസ്സിൽ കുടിച്ചിട്ട് അമ്മയ്ക്ക് ഒറ്റ തൊഴിക്ക് താഴെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരനെ അവസാനം കരിഞ്ഞ് ചത്തിട്ടോ തമ്പുരാൻ വിട്ടില്ല. കണ്ണ് കാക്ക കുത്തിപ്പറിച്ചു. അമ്മയെ നിന്ദിക്കുന്നവൻ്റെ കണ്ണ് ആരാ വലുത്? ആരാ വലുത്? അപ്പനാണോ പിള്ളേരാണോ? ഒരു കാരണവശാലും അപ്പനെതിരെ സംസാരിക്കരുത്. അപ്പൻ ശരിയായിരിക്കത്തില്ല. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും വിയോജിപ്പ് കാണും. അമ്മ പറയുന്ന എല്ലാം ശരിയാകത്തില്ല കുഞ്ഞെ, പക്ഷേ എതിർക്കാൻ പോകരുത്. അമ്മായിമ്മയാണോ മരുമോളാണോ ടെക്നിക്കലി വലുത്? മിണ്ടത്തില്ല. അമ്മായിമ്മയാണോ മരുമോളാണോ ടെക്നിക്കലി വചനാനുസരണം വലുതാരാ? അധികാരി ആരാ? അമ്മായിമ്മ. ഒറ്റ കാര്യം ചെയ്തോണം, എൻ്റെ പൊന്നു മക്കളോട് പറയാം, ഫ്ലാറ്റാക്കാൻ വഴി പറഞ്ഞു തരാം. അമ്മോ 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 എന്നങ്ങ് വിളിക്കണം. വല്ല നട്ടമുണ്ടോ? അങ്ങ് വിളിക്കണം, വാ നിറച്ചങ്ങ് വിളിച്ചേ. ഫ്ലാറ്റാകും, കുപ്പിയിലിറങ്ങും. ഇല്ല എന്നോട് പറ, ഞാൻ വിളിക്കാം. 10 ആഞ്ഞ് വിളിച്ചോ. വളയാത്ത അമ്മയുണ്ടോ? ഇല്ല. ഇനിയും അമ്മ എന്തോ പറഞ്ഞാലും തിരിച്ചു പറയരുത്. പിന്നോ നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാവൂ. പക്ഷേ ബാധിക്കാൻ പോകരുത്. അവർ പ്രായമുള്ള സ്ത്രീ, അവരുടെ കൺസെപ്റ്റ് ഇതൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ ലാവിഷായിട്ട് ചിലവാക്കുന്നു, പോകുന്നു, വരുന്നു, ഹോട്ടലിൽ പോയി കഴിക്കുന്നു, കറങ്ങാൻ പോകുന്നു, ഒന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എല്ലാം അമ്മ വിളിച്ചിന് വല്ല നട്ടമുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, പിന്നെ വഴക്കുണ്ടാക്കാൻ തോന്നുമ്പോൾ അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി. തേജസ്സിൻ്റെ എന്തോ തരും, വാടാത്ത കിരീടം തരും. അതുകൊണ്ട് മിണ്ടാതിരുന്ന ദൈവമെന്നറിയാം. വഴക്കുണ്ടാക്കാൻ പോവല്ലേ. അമ്മയുടെ പ്രാക്ക് കേട്ടിട്ട് പിന്നെ പ്രാർത്ഥിക്കണമെന്നും പറയരുത് പ്രിയരെ. ആരാ വലുത്? അമ്മയാ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും സാധാരണ പറയുമ്പോൾ ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. 2-3 കൺസെപ്റ്റാണ്. ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ, ആൻഡ് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ, ആൻഡ് വേൾഡ് ഈസ് നോട്ട് ഓക്കെ. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് പലത്. എന്നാലും ഐ ആം നോട്ട് ഓക്കെ എന്ന് പറയാനുള്ള ധൈര്യം കൂടെ വേണ്ടേ? എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. ആരാ വലുത്? അപ്പനാണോ അമ്മയാണോ പിള്ളേരാണോ? പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞോ. അപ്പനും അമ്മയാ ആണോ? സമ്മതിച്ചവരൊന്ന് കൈപൊക്കിക്കേ. സമ്മതിച്ചേ? സംശയമുണ്ടോ? മോനെ, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, വിദ്യാഭ്യാസം ഇല്ല, പക്ഷേ അവരാ വലുത്. ഞാൻ എൻ്റെ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല, ഒറ്റ വട്ടം ഒഴികെ. കേൾക്കണം, ഒരു വട്ടം പോലും ഞാനും അമ്മയും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ അമ്മയുടെ ജീവനായിരുന്നു ഞാൻ. എനിക്കും അതായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 പിള്ളേരായി കഴിഞ്ഞും ഞാൻ അമ്മയുടെ കൂടെ പോയി സന്ധ്യയ്ക്ക് കിടത്തി അമ്മയെ ഉറക്കിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോകത്തുള്ളൂ. രാവിലെ വന്നാൽ ഇച്ചിരി നേരം കെട്ടിപ്പിടിച്ച് കിടക്കണം. അമ്മ അവസാനമൊക്കെ ആയപ്പോൾ താമസിക്കാൻ എഴുന്നേക്കത്തുള്ളൂ, വയ്യായിരുന്നോണ്ട്. എന്നാലും മോനെന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവൻ. എനിക്കും അത് തന്നെ ഒരു പരിധി വരെ എന്നെ ശുശ്രൂഷയെ കൊണ്ടുവന്നതും അമ്മയാണ്. പക്ഷേ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. 2007 BBS നടക്കുക. ഇവിടെ BBS കേരളം കണ്ട ഏറ്റവും വലിയ BBSകൾ നടത്താൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതാണ്ട് 2000 പിള്ളേരെ വെച്ചുകൊണ്ട് ഞാൻ BBS നടത്തി. ആ 2000 പിള്ളേരെ വെച്ചുകൊണ്ട് അന്നത്തെ ആവേശത്തിൽ റാലി നടത്തി. അതൊരു ആവേശ. ആ സമയത്ത് ധാരാളം പ്രതിസന്ധികളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. നമ്മളിതെല്ലാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടേ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരോട് സംസാരിക്കണം. ആര് പോകണം? ഞാൻ പോകണം. അവരെന്നെ തപ്പിയാൽ നടക്കുക, അവരോട് സംസാരിക്കണം. അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങൾ. ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ ക്ഷീണിതയായിരുന്നു. അമ്മ പതുക്കെ തുടങ്ങി. മറ്റേ ഇങ്ങനെ നിറഞ്ഞു നിന്നവർ പെട്ടെന്നങ്ങ് വയ്യാതാകുമ്പോൾ അവർക്ക് സഹിക്കാൻ പാടാം. എന്നോടാരും ഒന്നും ചോദിക്കത്തില്ല, ഇവിടെ എന്തോ നടക്കുന്ന, ഞാനൊന്നും അറിയത്തില്ല, നമ്മളെ ആർക്കും വേണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു സാധാരണ അമ്മയുടെ ഒരു ബഹളം വെച്ചു. ഒരു അമ്മ, നാട്ടിൻപുറത്തെ ഒരു സ്വാഭാവികമായ അമ്മ. നിങ്ങളും പ്രായമാകുമ്പോൾ ഇതൊക്കെ തന്നെയാണെന്ന് ഓർത്താൽ മതി. ഇല്ലെങ്കിൽ ഭാഗ്യം. പച്ചല പൊഴിയുമ്പോൾ പഴുത്തല പൊഴിയുമ്പോൾ പച്ചല തിരിക്കല്ലേ. അപ്പോൾ എൻ്റെ ഭാര്യ കരഞ്ഞു. ഇത് ലൈവാണെന്ന് എനിക്കറിയാം, കരയത്തില്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരുത്തം കിടക്കും. ആരാ? ഞാനാ അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, ഒറ്റ മോനായി പിറക്കല്ലേ. ഒരു 3-4 ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇത്രയും ഗതികേട് ഉണ്ടാകല്ലോ. ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചു വെക്കും. അവരുടെ 2 കൂട്ടരുടെയും സ്നേഹം. ഏതായാലും
ദേഷ്യം വരിക, എനിക്കങ്ങ് ദേഷ്യം വരും. ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ കൊന്നങ്ങ് തിന്ന്, നിങ്ങളങ്ങ് തിന്ന്, നിങ്ങൾക്കങ്ങ് സമാധാനമാണ്, തിന്ന് നിങ്ങളെന്നെ, നിങ്ങൾ പുത്രദുഃഖം കണ്ട് ചത്തുപോകുന്നു പറഞ്ഞു. ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്താണ് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ വല്ലതും പറഞ്ഞോ? ഇല്ല. ഞാൻ അന്നും വൈകിട്ട് അമ്മയുടെ കൂടെ കിടന്നു, അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു. അമ്മ മറന്നു, ഞാനും മറന്നു. എൻ്റെ അമ്മ 2010 മരിച്ചു. ഒരു 2013 ആയിരിക്കും. ഞാനൊരു യോഗത്തിന് പോയി കോട്ടയത്ത്. അന്ന് എൻ്റെ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റിലാണ് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് നല്ല വെയിൽ. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പോകാം, എനിക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല. അവിടെ കുറച്ച് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ കൂട്ടത്തിനിടയ്ക്ക് ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞു, പക്ഷേ പ്രിൻസ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വാക്കിൽ, പുത്രദുഃഖം നിൻ്റെ മുമ്പിൽ കിടക്കുന്നു. ഞാൻ പുത്രദുഃഖം എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല. ദൈവാത്മാവ് പുത്രദുഃഖം. ഞാൻ തിരിച്ചു വന്നു. പൊന്തമ്പുഴ എന്ന് പറഞ്ഞൊരു വനമുണ്ട്, റാന്നി കോട്ടയം വളരെ കൂട്ടില്ല, നല്ല ശാന്തമായ വനമാണ്. ഞാൻ ആ വനത്തിൻ്റെ അവിടെ ബൈക്ക് വെച്ചിട്ട് വനത്തിൻ്റെ അകത്ത് കയറി. അവിടെ നല്ലൊരു മരം കിടപ്പുണ്ട്, അവിടെ വെറുതെ ഇരുന്നു. ഞാൻ അന്നൊക്കെ പോയി ഇരിക്കുകയായിരുന്നു, ചുമ്മാ ഇരുന്നു സംസാരിക്കും ശാന്തമായിട്ട്. വനത്തിൻ്റെ കാറ്റല്ലേ, അവിടെ പോയി ഇരിക്കുക. അവിടെ പോയി കുറേ നേരം ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തോ കർത്താവേ? എൻ്റെ കർത്താവ് എന്നെ ഒരു റീല് കാണിച്ചു, അമ്മയോട് കിടന്ന് ചാടുന്നത്, പുത്രദുഃഖം കണ്ട് മരിക്കുമെന്ന്. ഞാൻ ഇനി ആരോട് ക്ഷമ പറയും? ഞാൻ ആരോട് പോയി ക്ഷമ പറയും? അമ്മയോട് പറഞ്ഞ ഒറ്റ വാക്കാണ്. അമ്മ ക്ഷമിച്ച് കാണും, എനിക്കറിയില്ല. ഞാനും മറന്നു, അമ്മയും മറന്നു. പക്ഷെ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ ആ വാക്ക് കിടക്കുക. അമ്മ പറഞ്ഞാൽ കുഴപ്പമില്ല, മക്കൾ പറഞ്ഞാൽ കുഴപ്പമാണ്. എന്തിനെതിരെയുള്ള മത്സരമാണ്, അധികാരത്തിലാണ്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണം. മരിച്ചു പോയെങ്കിൽ കർത്താവിനോട് പറഞ്ഞോണം, പ്രായശ്ചിത്തം ചെയ്തോണം. ജീവിച്ചിരിപ്പുണ്ടോ അവരോട് തന്നെ പോയി ക്ഷമ ചോദിക്കണം. എന്താ കാര്യം? എന്തിനെതിരെയുള്ള മത്സരമാണ്, അധികാരത്തിൽ. എല്ലാവരും പറഞ്ഞ് ഞാൻ ഈ ശതാധിപൻ യോഗ്യനാണുള്ള കാരണം എന്തിനു കീഴ്പ്പെട്ടതാ? പറഞ്ഞേ, ഉറക്കെ പറ. പറഞ്ഞു. മത്സരിക്കരുത്. അപ്പനെതിരെ മത്സരിക്കരുത്. ഇനി മറ്റൊരു കാര്യം, സഭയ്ക്കെതിരെ മത്സരിക്കരുത്. പാസ്റ്ററാണോ വലുത്, വിശ്വാസിയാണോ വലുത്? പാസ്റ്റർ. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു സംഭവമുണ്ട്. ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്, പേര് പറയുന്നില്ല കാരണം അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ സ്കൂളിൽ ചെന്നപ്പം ചോദിച്ചു, എല്ലാവരും ചോദിച്ചു അംബീഷൻ. ഒരാൾ പറഞ്ഞു പൈലറ്റ്, ഒരാൾ പറഞ്ഞു ഡോക്ടർ, ഒരാൾ പറഞ്ഞു എൻജിനീയർ, ഒരാൾ പറഞ്ഞു മന്ത്രി. സ്വാഭാവികമായും രാഷ്ട്രീയക്കാരൻ്റെ മോൻ എന്ന നിലയിൽ ഈ കുഞ്ഞിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചു ഒന്ന് മിനിസ്റ്ററാകും. പക്ഷെ ഇവൻ പറഞ്ഞു എനിക്ക് പാസ്റ്ററാകണം. അവൻ ബന്ധുക്കുസുകാരനല്ല, പാസ്റ്ററാകണം. അപ്പോൾ അവർ ചോദിച്ചു നിനക്കെന്തിനാ പാസ്സാകുന്നത്? അതെ, എൻ്റെ അച്ഛൻ വലിയ രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പും ഇലക്ഷന് നിൽക്കുമ്പോഴും എപ്പം കണ്ടാലും പാസ്റ്ററെ കാണുമ്പം അപ്പം അച്ഛൻ ഡാഡി മുട്ടുകുത്തും. ആര് പ്രാർത്ഥിക്കും? അപ്പോൾ ആരാ വലുത്? ആ കൊച്ചിന് അത്രയും ബോധമുണ്ടായി, ആരാ വലുത്? അതുകൊണ്ട് എനിക്ക് ആരായാൽ മതി? സത്യമാണ്, നീ ആരാ വലുത്? പാസ്റ്റർ. വലിയ വിദ്യാഭ്യാസമുള്ളവർ ചിലപ്പോൾ സഭയെ കാണും, ഡബിൾ PhD ഒക്കെ കാണും. പക്ഷേ പാസ്റ്റർക്ക് അത്രയൊന്നും വിദ്യാഭ്യാസമൊന്നും കാണത്തില്ല. പക്ഷേ ടെക്നിക്കലി ദൈവം ആക്കി വെച്ചത് ആരെയാ? അധികാരത്തിനെതിരെ എന്ത് ചെയ്യരുത്? പറഞ്ഞോ, മത്സരിക്കരുത്. എൻ്റെ സഭയിൽ വർഷം മുമ്പോട്ട് സംഭവം ഉണ്ടായി. ഇത്രയേ ഉള്ളൂ. എൻ്റെ അപ്പയ്ക്ക് ഭയങ്കര വെളിപ്പാടുണ്ടായിരുന്നു. ഭയങ്കര വെളിപ്പാടുന്ന പച്ചലം കത്രിയം പോലെ വെളിപ്പാടുകൾ. ചുമ്മാ കസേര കിടന്നുകൊണ്ട് കണ്ണു തുറന്ന് ഞാൻ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. നമ്മളതൊന്നും വലിയ പപ്പ ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. ദൂതന്മാരടുത്ത് വന്ന് നിൽക്കുന്നതും നീ ഇങ്ങോട്ട് പോകും എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നതും പോകേണ്ട വഴി അസൈൻ ചെയ്ത് വിടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന ഹോസ്പിറ്റലിൽ ഇന്നാര് പോവും, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്നാര്. വളരെ കൂളായിട്ടാണ്, ചുമ്മാതെ വർത്തമാനം പറയുന്നവർ. അല്ലാതെ അന്നേരത്തേന് അവിടെ വലിയ സംഭവം, വളരെ വർത്തമാനം പറയുന്ന ഇടയ്ക്ക് ഇതെല്ലാം കാണുന്ന സംഭവം. അപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എക്സ് എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു അപവാദം വരുന്ന ഒരു വെളിപ്പാട് എൻ്റെ അപ്പ കണ്ടു. ആരോടും പറഞ്ഞില്ല, മാന്യതയുടെ കൊള്ളുകൊണ്ട് കരഞ്ഞ് അമ്മയെ വിളിച്ച് പറഞ്ഞു, കുട്ടിയെ സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ദൈവാത്മാവ് എന്നേക്ക് വലിയൊരു ഭാരം തരുന്നു. സാമാന്യം നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ അമ്മ കുറച്ച് പേരോട് പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ സൗന്ദര്യം എല്ലാം കൂടെ കണ്ടപ്പോൾ അങ്ങേർക്ക് ഭ്രാന്ത് കയറിയതാണ്. ആർക്കാ? പാസ്റ്റർക്ക്. അങ്ങേർക്ക് വയസ്സാം കാലത്ത് സോക്കേടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതാ വാക്കുകൾ ഞാൻ എത്രയും സഭ്യമാക്കുക. ഏതായാലും ഞാനൊരു കാഴ്ച കണ്ടു. ഒരാൾ വന്ന് അപ്പയോട് പറഞ്ഞു, അപ്പ ഇതിനകത്ത് ഇടപാടൊന്നും പോകണ്ട. എല്ലാവരും അപ്പ എന്നാ വിളിക്കുക, അപ്പ ഇതിനകത്ത് ഇടപെടരുതേ, ചുമ്മാ ഇതൊക്കെ ബോധമില്ല. ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ആണോ? ഈ മനുഷ്യൻ ഇങ്ങനെ കുറേ നേരം അങ്ങനെ പറഞ്ഞു. അവർ സത്യമായിട്ടും പറ, അവരങ്ങനെ പറഞ്ഞു. ഭയങ്കര സങ്കടം. ഞാൻ നോക്കുമ്പം കണ്ണിൽ കൂടെ കണ്ണീര് വരുന്നു. കൈ ഉയർത്തി ചുമ്മാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞല്ലേ, എനിക്ക് സുഖേടാണ്.
കറുത്തപ്പച്ച അങ്ങനെ പറഞ്ഞു. ശരി, ഞാൻ കൈയെടുത്തേക്കുന്നു കേട്ടോ. ഞാനങ്ങ് ചുമ്മാ കസേര ഇങ്ങനെ ചാരു കസേര കിടന്നിട്ട് പറയുക ഞാൻ കൈയെടുത്തെന്ന്. പിറ്റേ ദിവസം പെണ്ണിനെയും ചെറുക്കനെയും കൂടെ മീഡിയ വന്ന് പോലീസ് വന്ന് സഹിതം പിടിച്ചു. അനാശാസ്യ ഒരു വിഷയത്തിന് നാട് മുഴുവൻ വാർത്തയായി. ഒത്തിരി വർഷം മുമ്പുണ്ട സംഭവം. പക്ഷേ അതിൻ്റെ തലേ രാത്രി ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ദൈവദാസൻ പറയുന്നു, ഞാൻ എന്തോ എടുത്തു, ഞാൻ കൈയെടുത്ത എനിക്കതിൻ്റെ മസ്റ്ററിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിന് കീഴ്പ്പെട്ടിരുന്നോണം? പറഞ്ഞേ ഉറക്കെ പറ. അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഞാൻ ഇന്ത്യ ദൈവസഭയിലെ ശുശ്രൂഷ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്പിയപ്പച്ചൻ ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു മേള. പക്ഷേ അദ്ദേഹം പ്രായമൊക്കെ ആകുമ്പോൾ ഇച്ചിരി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാറ്. അങ്ങനെ ഒരു സ്റ്റേജ് വെച്ച്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രബലപ്പെട്ട സ്റ്റേജ് വെച്ച് ഈ അപ്പച്ചൻ എന്നെ ഒന്ന് മുറിച്ചു. സത്യമായിട്ട് അതെനിക്ക് മുറിവായി. ഞാൻ വല്ലാതെ മുറിഞ്ഞു എന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ മുറിഞ്ഞു അവിടുന്ന്. പക്ഷേ ഒറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് എൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് നേരെ പിള്ളേരുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, പിള്ളേർ കൂട്ടി അവിടുന്ന് ഇങ്ങനെ പോയിട്ട് 4 മണിക്കാറ്റെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മണർകാട്. അറിയാമോ 4 മണിക്കാറ്റ്? ആ മണർകാട്ട് പോയി 4 മണിക്കാറ്റിൽ പോയി സുഖമായിട്ട് അവിടെ കിടന്നു. കുറേ നേരം കിടന്നപ്പോൾ ഞാനൊന്ന് സെറ്റിലായി. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റിലായി. ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം കൺവെൻഷൻ്റെ സമാപനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. ഞാനും മിണ്ടാൻ പോയില്ല, എന്നോടും മിണ്ടിയില്ല. പക്ഷേ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ തമ്പിയപ്പച്ചൻ എന്നെ ഫോൺ ചെയ്തു. ഞാൻ എടുത്തില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പപ്പായെ വിളിച്ചു. പപ്പ എടുത്തപ്പോൾ പപ്പായോട് സംസാരിച്ചിട്ട് ഇടയ്ക്ക് ചോദിച്ചു, പ്രിൻസ് എന്തിയെ? കൂളായിട്ടാണ്, അവരെല്ലാം കൂട്ടുകാരാണ്. പ്രിൻസ് എന്തിയെ? അവിടെ കാണും. അവനെ ഫോൺ എടുത്തില്ല. ഞാൻ ചോദിക്കാം തമ്പിച്ച, അവൻ എവിടെയെങ്കിലും കാണും, ചോദിക്കാം. ഫോണിൽ വിളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനന്ന് 4 പിള്ളേരുടെ അപ്പനാ. അതോ 3 4 പിള്ളേർ അന്നുണ്ട്. എൻ്റെ അപ്പൻ ചോദിച്ചു, തമ്പിച്ചാൻ വിളിച്ചു. നീ ഫോൺ എടുത്തോ? ഇല്ല. അതിനിടെ എടുക്കാൻ അതെനിക്ക് തോന്നിയില്ല എടുക്കാൻ. എനിക്ക് തോന്നിയില്ല എടുക്കാൻ. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങ് തോന്നിയില്ല അല്ലേ? ഇല്ല. ഒറ്റ അലറായിരുന്നു ആ കാസേര കിടന്നിട്ട്. ഇറങ്ങണ പുറത്ത്. കുട്ടി പ്ലീസ് ഗോ ഔട്ടെന്നൊന്നും അല്ല, ഇറങ്ങണപ്പേറത്ത്. നമ്മളാ സൗണ്ട് കേട്ടോണ്ടല്ലോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തെറിച്ചങ്ങ് പൊക്കോളും. അതൊക്കെയാണ് അവർ. നമ്മൾ പറയാം, എൻ്റെ ഭാര്യയോട് പറയുക, പൂട്ടടി കഥ താക്കോലെൻ്റെ തന്നേക്കാൻ. പാവം കെട്ടിയോനെ പുറത്തിറക്കി പൂട്ടി താക്കോൽ. ഇന്നപ്പ ആരാ ചിന്തിക്കാമോ? അമ്മ ഇപ്പം പറഞ്ഞിട്ട് കെട്ടിയോനെ ഇറക്കി വിട്ടിട്ട് പൂട്ടി താക്കോൽ കൊണ്ട് കൊടുക്കേണ്ടത് എൻ്റെ ഭാര്യ. അതാണ് അപ്പൻ. അവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പൂട്ടി, അടുക്കളയുടെ വശം പൂട്ടി. ഇനി എതുവഴി കയറും പറഞ്ഞു. തമ്പിച്ചാനെ വിളിച്ചിട്ട് പെരയ്ക്കകത്ത് കയറിയാൽ മതി. കയറിയാൽ ഞാൻ വിളിച്ചു, അപ്പച്ചോ എന്തുണ്ട്? ഒന്നും ഇല്ലടാ മോനെ, നീ ഫോൺ എടുക്കാൻ. ഞാൻ തിരക്കിലായിരുന്നു അപ്പച്ച. വെറുതെ വിളിച്ചാൽ മതി. സന്തോഷം? ഇല്ല സന്തോഷം. ശരി, കയറി. ഓക്കെ, ഡൺ. വിളിച്ചോടാ? വിളിച്ചു. എന്നാൽ കയറി വാ. തുറക്കടി. തുറന്നു. എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, നീ എന്നാ കൺവെൻഷൻ പ്രസംഗിനായത്? അല്ല, ഞാനൊരു 2097 തൊട്ടൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 2000 ഒക്കെ തൊട്ടാണ് പോകാൻ തുടങ്ങിയത്. പിന്നെ ഒരു കുറേ കഴിഞ്ഞാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ 18 വെള്ളപ്പൊക്കം വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. പിന്നെ പവർ വിഷം വന്നു. എടാ, നീ കൺവെൻഷൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് വണ്ടി ഉണ്ടായിരുന്നു? ആദ്യം ഇല്ലായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു. നിനക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും കാണുമായിരുന്നു ആൾക്കാർ. നീ ചെല്ലുന്നിടത്ത് പൈസ കിട്ടുമോ? അല്ല, പരമാർത്ഥമാണ്, നിഷേധിക്കേണ്ട സത്യമല്ല. സൂക്ഷിച്ച് കഴിയുമ്പോൾ പലയിടത്തൊന്നും കിട്ടാതിരിക്കാൻ ചിലപ്പോൾ തിരിച്ചു കൊടുക്കും. എന്നാലും കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ കള്ളമല്ലേ? കിട്ടും. ചോറ് കിട്ടുമോ? പിന്നെ കിട്ടും. നീ ചെന്നപ്പോൾ നിനക്ക് ചോറ് കിട്ടി, നിനക്ക് പൈസ കിട്ടി, നിനക്ക് വണ്ടി ഉണ്ടായിരുന്നു, നിനക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. നീ എന്താണ് കട്ടപ്പെട്ടെ? അല്ല, നീ എന്താണ് കട്ടപ്പെട്ടത്? അല്ല, ഞാനും ഓർത്തു ഞാനെന്തോ കട്ടപ്പെട്ടെ. അത് ഞാൻ സത്യമായിട്ട് ചോദിക്കാം, ഞാൻ എന്തോ ഈ കട്ടപ്പെട്ടെ? നമ്മുടെ ഈ കട്ടപ്പാടെന്നൊക്കെ പറയുന്നത് എന്തുവാ? ഇന്നലെ ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നു, ശനിയാഴ്ച തിരിച്ചും പോകും. ഞാനെന്തോ കട്ടപ്പെട്ടെ? ഇവിടെ വന്നപ്പോൾ നാരങ്ങ വെള്ളം വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു, ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനെന്തോ സത്യത്തിൽ കഷ്ടപ്പെടുന്നത്? അപ്പം എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും അല്ലടാ, നീയൊന്നും കഷ്ടപ്പെട്ടില്ല. ആ മനുഷ്യൻ തുടങ്ങിയപ്പം മൈക്കില്ല, തകരപ്പാട്ടയാണ്, വണ്ടിയില്ല, നടക്കുമായിരുന്നു. അതുകൊണ്ടേ ഒത്തിരി ശരി മേളി കിടപ്പുണ്ട്. നീ ഒരു തെറ്റ് ചെയ്താൽ
പുള്ളി ഒരു തെറ്റ് ചെയ്താൽ തെറ്റിന് മേളിൽ ശരിയുണ്ട്. നിൻ്റെ തെറ്റ് ശരിയാക്കാനുള്ള ശരി മേളിലില്ല കേട്ടോ. ഉതയ്ക്കല്ലേ, ജീവിതത്തിൽ ഉതച്ചു പോയേക്കരുത്. തിരിച്ചറിവായിരുന്നു, എൻ്റെ തെറ്റ് ശരിയാക്കാനുള്ള എന്തില്ല, പക്ഷെ അവരുടെ എന്തോ കിടപ്പുണ്ട്. അയ്യോ, ആ മനുഷ്യരുടെയൊക്കെ 50-60 വർഷം ഓടി ഉലകം മുഴുവൻ നടന്ന് അവരുടെ എന്തോ കിടപ്പുണ്ട്. ശരിയാ, ഉതയ്ക്കരുതേ. തിരിച്ചറിവായിരുന്നു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഒറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വീട്ടിൽ വന്നു. ഒന്നൊരാഴ്ച വലിയ റീസെൻ്റായിട്ട് ഒരു 3:30 ആയപ്പം വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളേന്ന് വാന്നിറച്ച് വിളിക്കും. മോളെ എന്തോ അപ്പച്ച? എടി ഞാൻ കല്യാണത്തിന് പോയിട്ട് കഴിച്ചില്ല. അതിനപ്പച്ച കഴിക്കാഞ്ഞേ? എടി എനിക്ക് നിൻ്റെ കൈ കൊണ്ട് ഒരു ചോറ് വേണ്ടേ? ഞാൻ കഴിച്ചില്ല. നീ പെട്ടെന്ന് ഉള്ളത് മതി, ചോറ് താടി, എനിക്ക് നിൻ്റെ കൈ കൊണ്ട് ഉണ്ണണം. അവൾ ചോറെടുത്ത് കൊടുത്തു, കഴിച്ചു. എവിടെ നിന്നൊക്കെയോ സത്യത്തിൽ ചോറില്ല. അന്നേരം അടുത്ത വീട്ടിലെങ്ങാണ്ട് പോയി കറിയും ചോറും എല്ലാം എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് 5-10 മിനിറ്റ് കൊണ്ട് കൊടുത്തു. പക്ഷേ സന്തോഷമായിട്ട് കഴിച്ചു. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്നിട്ടൊരു പാത്രം എടുത്തു കൊടുത്തു. നിനക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്ന, എല്ലാവരെയും അനുഗ്രഹിച്ചു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചു. നമുക്കെന്താ നട്ടം? അറിയാമേൻ്റി മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് മാസം ക്ഷീണതയായി. ഞങ്ങളുടെ കൺവെൻഷൻ വരണമെന്ന് പറഞ്ഞു. വയ്യാട മോനെ, ഞങ്ങളെങ്ങനെയെങ്കിലും കൊണ്ടുവന്നോളാം. വന്നു. റോഡിൽ നിന്ന് ഞങ്ങൾ കസേരയിൽ എടുത്തുകൊണ്ട്, ഞങ്ങളുടെ സാമ്പുവിനെ പോലുള്ള കുറേ ഗുണ്ടകൾ, അതല്ല മുസൽമാന്മാർ ഞങ്ങൾക്കുണ്ട്, എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചു. പ്രസംഗിച്ച് കഴിഞ്ഞ് എടുത്തുകൊണ്ട് കൊണ്ട് വണ്ടിയെടുത്തു. അത് ആൻറ്റിയുടെ അവസാനത്തെ സഭായോഗമായിരുന്നു. ദാറ്റ് വാസ് എയർ ലാസ്റ്റ് സൺഡേ സർവീസ് ഹും ഷി അറ്റൻഡ്. നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. എന്തിന് കീഴ്പ്പെട്ടോണം? അധികാരത്തിന് കീഴ്പ്പെട്ടോണം. ഉറക്കെ പറഞ്ഞ് എന്തിന് കീഴ്പ്പെടണം? അടുത്തിരിക്കുന്ന ആളുകളൊക്കെ പറ. മത്സരിക്കരുത്. മത്സരിച്ചിട്ട് പിന്നെ ബന്ധിച്ചിട്ട് അഴിക്കാനൊക്കെ ചുമ്മാ പാടാ, എളുപ്പമൊന്നുമല്ല. ഞാനിതെല്ലാം ഒത്തിരി ഞാൻ ഒത്തിരി ജീവിതം ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പറയുക, മത്സരിക്കരുത്. എതിർപ്പുകളുണ്ടാകാം, വിയോജിപ്പുകളുണ്ടാകാം. ഞാൻ തമ്മിച്ചതിനൊക്കെ ആയിട്ട് വളരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രശ്നമല്ല, വിയോജിപ്പുകൾ. പക്ഷേ ഒറ്റക്കാര്യം ഞാൻ പറയാം, തമ്മിച്ചാൻ്റെ സണ്ണിൽ ഞാനും കൂടെ കൂട്ടാം. ഇത് ലൈവ് പോകുന്നുണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ എന്തൊക്കെ പറയും, തമാശയായിട്ട് കാര്യമായിട്ടൊക്കെ പറയും. പക്ഷേ ഒറ്റ അക്ഷരം അപ്പച്ചൻ്റെ മുമ്പ് വെച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മരിച്ചപ്പോൾ എന്തൊരു പാകലിപ്പായിരുന്നു. ഒരു റിഗ്രറ്റും ചെയ്യേണ്ട വന്നില്ല. അവസാനത്തെ ആഴ്ച വന്ന് കെട്ടിപ്പിടിച്ച് ചോറ് വരണമെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകാതെ ഉണ്ണാതെ ഇവിടെ വന്ന് ചോറുണ്ടിട്ട് അനുഗ്രഹിച്ച് പോയ അനുഗ്രഹമൊക്കെ കാശ് കൊടുത്താൽ കിട്ടുമോ? ആ അനുഗ്രഹമൊന്നും കാശ് കൊടുത്താൽ കിട്ടത്തില്ല. ആ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും കെട്ടിയോപ്പാ. കർത്താവിനോട് പറയണം, ഒരിക്കലും അധികാരത്തിനെതിരെ മത്സരിക്കാനിടയാകരുത്. കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ഞാൻ ദൈവസഭയോട് പറയുക, ദൈവമക്കളോട് പറയുക, അധികാരത്തിനെതിരെ എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. ഡിവൈൻ അതോറിറ്റീസാണ്. ഇനി ഞാൻ ആ മനുഷ്യനെ യോഗ്യനാണെന്ന് കണ്ട മറ്റൊരു കാര്യം, എൻ്റെ പൊന്നു പ്രിയരെ, മരണാസന്ന. ഈ ദാസൻ ആരുടെ പെരയ്ക്കാത്ത ഇപ്പം കിടക്കുന്നേ? ആരുടെ പെരയ്ക്കാത്ത? ശതാധിപൻ പറയുന്നു, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ എന്തല്ല. അപ്പം ഇയാളെ ഈ സൗഖ്യമാക്കാൻ വേണ്ടി എങ്ങോട്ടാണ് വരുന്നേ? ശതാധിപൻ്റെ വീട്ടിലോട്ടാ. മരണാസന്ന, ദാസന, വേലക്കാരന, സ്വന്തം അപ്പനെ അമ്മയും ഭാരമാകാതെ നോക്കുന്ന എത്ര പേരുണ്ട്? സാധാരണ എല്ലാ വല്യപ്പന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവപ്പച്ച എന്നെ ആർക്കും എന്താക്കിയേക്കല്ലേ, ഭാരാക്ക. സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുമാണ്. ഞാൻ അങ്ങനെ ഭാരം അല്ലാതെ ഇരിക്കുന്ന വളരെ അപൂർവമായ ഒരു കാര്യം കണ്ടിട്ടുള്ളൂ. പിറവത്തിനടുത്തൊരു കൺവെൻഷൻ പ്രസംഗിക്കുക, ഇടയവൻ അവിടെ സൂക്ഷിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, കൺവെൻഷൻ്റെ സൈഡിൽ ഒരു കൈരിയൊക്കെ കൊടുത്തൊരു മുട്ട മനുഷ്യൻ നിൽക്കുന്നതുമായിരുന്നു, ഒരു തെങ്ങച്ചാരി. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം ആണ്, അവർ ഓർത്തഡോക്സുകാരാണ്, അവരാണ് നമുക്ക് ഈ സ്ഥലം തന്നത്. അവിടെ അമ്മയുണ്ട്, ടീച്ചറായിരുന്നു, 98 വയസ്സുണ്ട്, മരിക്കാറായി കിടക്കുക. പക്ഷെ ഓർമ്മയില്ല, മറ്റു പ്രശ്നം ഓർമ്മയില്ല. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് കണ്ടു, അമ്മച്ചി ഇങ്ങനെ കട്ടിലേ കിടക്കുകയാണ്, ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാത്ത പോലൊക്കെ വെച്ചേക്കുക. എളിയദാസൻ അവിടെ പ്രാർത്ഥിച്ചു, യേശുവേ മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായി 80 ദീർഘായുസ് കൊടുത്തല്ലോ കർത്താവെ, എങ്കിലും ഇപ്പം ഓർമ്മയുടെ ലോകമൊക്കെ നഷ്ടപ്പെട്ട ഈ അമ്മയെ കർത്താവെ കഷ്ടത്തിലാക്കാതെ അങ്ങയുടെ തിരുവിഷ്ടം ഈ ദാസി നിറവേറാൻ കരുണ കാണിക്കണേന്ന് വളരെ ഭവ്യമായി പ്രാർത്ഥിക്കുക.
ബലിഷ്ടമായൊരു കരം എൻ്റെ പുറത്ത് വീണു. ഒറ്റ പിടി നോക്കിയപ്പോൾ മോന. ഞാൻ പേടിച്ചു പോയി. എന്ന് പറഞ്ഞു, സെഞ്ചുറി അടിക്കാൻ പ്രാർത്ഥിക്കുക, തിരിച്ച് പ്രാർത്ഥിക്കല്ലേ. അസാധാരണക്കാരനൊരു വാക്ക് പറഞ്ഞു, അമ്മയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്കെന്തുകൊണ്ട് ഓർമ്മയുണ്ട്. ശതാധിപൻ പറയുന്നു, നിനക്കിന്ന് വയ്യ, പക്ഷേ നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട്. നീ മരിക്കുമ്പോൾ നീ ഒരു ഭാരമാണെന്ന് ചിന്തിച്ച് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മരണം വരെ നീ എൻ്റെ വീട്ടിൽ കാണും, എൻ്റെ വീട്ടിൽ. ആരോരും അല്ലാത്തവനൊരു ചിന്ത കൊടുത്തു, നീ ഞങ്ങൾക്കൊരു ഭാരമല്ലെന്ന്, പിന്നെ നിനക്ക് ഞാനുണ്ടെന്ന്. അവനെക്കുറിച്ച് വേദോസം പറയുന്നു, അവൻ ആരാ? യോഗ്യന. ഈ പുസ്തകത്തിൽ പേരടിച്ച് വരിക ചെറിയ കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ ഇറങ്ങിയില്ലേ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാ. എന്താ കാര്യം? അവനൊരു തോന്നൽ കൊടുത്തു, ദാസന്, നീ മരിക്കുവാണെ എൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കും. മരിക്കുവോളം ഞാൻ നിന്നെ നോക്കും. എൻ്റെ വീട്ടിലായിരിക്കും നിൻ്റെ അവസാനം. നീ എന്നെ നോക്കി എൻ്റെ കണ്ണ് കണ്ട് മരിക്കും. നീ ഭാരപ്പെടല്ലേ. അവൻ ഇന്നും പ്രസംഗിക്കപ്പെടുകയാ ശതാധിപൻ. മരണമൊക്കെ ഉണ്ടായ, പ്രയാസങ്ങളുണ്ടായ, രോഗമുണ്ടായ മനുഷ്യർക്കെല്ലാം ചിന്തയാ, ഞാൻ എന്താകുമോ ഭാര. 25 വർഷം എൻ്റെ പെങ്ങളുടെ കിടപ്പായിരുന്നു. അത് നീണ്ട വർഷങ്ങൾ ഡയാലിസിസായിരുന്നു. ഡയാലിസിസ് ആദ്യം 1 ചെയ്യും, പിന്നെ 3 ചെയ്യും, ചിലപ്പോൾ സാൻഡ്വിച്ച് തെറാപ്പി പോലെ ഇടയ്ക്ക് വേറെ ചെയ്യും. ഡയാലിസിസൊക്കെ ചെയ്യുമ്പോൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പോകും. അവൾ ഭയങ്കര തൻ്റെടിയായിരുന്നു, ഭയങ്കര ഉരുക്കായിരുന്നു. അവൾ ധൈര്യത്തില്ല, കീഴടങ്ങത്തില്ല. 3 മണിയാകുമ്പോൾ അവൾ തന്നെ എഴുന്നേറ്റ് പോകും എവിടെ ഡയാലിസിസ് ചെയ്യാൻ. അപ്പോൾ ബൈസ്റ്റാൻഡർ വേണം നിർബന്ധം. പിള്ളേർ പഠിക്കായിരുന്നുകൊണ്ട് ബൈസ്റ്റാൻഡർ ഇല്ല. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ പറഞ്ഞ് ബൈസ്റ്റാൻഡർ വേണം. ഇവളൊരു ഡയറക്ടർ, അച്ഛനാ ഡയറക്ടർ എന്ന് ആ ഹോസ്പിറ്റലിൻ്റെ കത്ത് കൊടുത്തു. 3 മണിക്ക് വരുന്ന ഈ ഡയാലിസിസ് പേഷ്യൻറ്റിന് ബൈസ്റ്റാൻഡർ ഇല്ലാത്തതിനാൽ ഡയാലിസിസ് ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് അവർ പറഞ്ഞതിനാൽ നാളെ തൊട്ട് 3 മണിക്ക് അച്ഛൻ എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് വരണം. അത്താണവാണ്. അച്ഛൻ പറഞ്ഞു, ആ പെണ്ണിൻ്റെ അവിടെ വെറുതെ വഴക്കുണ്ടാക്കാൻ പോകല്ലേ, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക, അതിനെ വിട്ടേരാ, അതിൻ്റെ എടുക്കുക, അതിനെ വിട്ടേ, അത് പോക്കോട്ടെ. 3 മണിക്ക് പോകണം. തലേദിവസം കിടക്കാൻ നേരത്തെ എന്നെ വിളിക്കട്ടാ, നാളെ പോകണ്ടേ, വേണം, പൈസയില്ല. ഞാനതിനും പ്രസംഗിക്കാൻ പോയേക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ കിടന്നോ, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴായിരിക്കും. ഡെയിലി ആകുമ്പോൾ ഞാൻ ദാരിദ്ര്യം പറയല്ല കേട്ടോ, എൻ്റെ ഇങ്ങനെ ഡെയിലി ആകുമ്പോൾ പൈസ കാണത്തില്ല, എല്ലാ ആഴ്ചയിലും വേണം, എല്ലാ ദിവസവും വേണം. ഞാൻ 1 മണിക്കൊക്കെ 1:30 വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ അന്നേരം ഉണർത്തിയാൽ പിന്നെ അവൾ ഉറങ്ങത്തില്ല, BP കൂടും. ഇപ്പം ഇതൊക്കെ അവിടെ കിടക്കും ഉണർത്താതെ ഈ പൈസ കൊടുക്കാനാണ്. 3 മണിക്ക് അവൾ ഉണരുമ്പോൾ പൈസ കൊടുത്തിട്ട് പോകും. എനിക്ക് ഒരൊറ്റ നിർബന്ധമുള്ളായിരുന്നു, ചാതനം വരെ അവൾക്ക് ഭാരമാണെന്ന് തോന്നില്ല. ഇല്ല, ഒരു നിമിഷം പോലും തോന്നിച്ചിട്ടില്ല. തോന്നിപ്പിക്കാതെ ഞാൻ അവളെ അയച്ചു. 100 ദിവസം കിടന്നു, അന്നും തോന്നിപ്പിച്ചില്ല, ഒറ്റ ദിവസം പോലും. അതെൻ്റെ ഒരു പ്രാഗൽഭ്യ, ഒരു സ്വകാര്യ സന്തോഷം. തോന്നിപ്പിക്കണം എല്ലാവർക്കും, എല്ലാവരോടും, നീ എനിക്ക് ആരല്ല, ഒരു ഭാരമല്ല. അവനെക്കുറിച്ച് വേദോസം പറയുന്നു, അവനാരാ യോഗ്യന. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അപ്പോൾ നമുക്ക് ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കാം. 1, ജനത്തെ എന്ത് ചെയ്യണം? എല്ലാവരും സ്നേഹിക്കണം. പ്രത്യേകിച്ച് സ്വന്തം ജനത്തെ സ്നേഹിക്കണം, സ്വന്തം വീട്ടുകാരെ സ്നേഹിക്കണം. ഞാൻ ഈ കൊച്ചു മനുഷ്യരിന് ഒത്തിരി പാഠം പഠിക്കാറുണ്ട്. അടുത്തിടയ്ക്ക് പല അടക്കങ്ങൾ നടന്നെങ്കിലും മനസ്സിൽ ഒത്തിരി ഉണ്ടെങ്കിലും ഒരടക്കം എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ചു. 28-30 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചുപോയി. അവൻ MR ആണ്, മെൻ്റലി റിട്ടാർഡാണ്, മനുഷ്യരൂപം ഇല്ല, അവന് കണ്ടാൽ പാടാ. അവൻ മരിച്ചു.
അപ്പോൾ എന്നോട് പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, എൻ്റെ സെൻറ്ററിൽ പെട്ടായതുകൊണ്ട് എൻ്റെ കുഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് വന്നാൽ നല്ലതാണ്. സാധാരണ അടക്കമൊക്കെ വലിയ ആഘോഷമായിട്ടൊക്കെ നടക്കുമ്പോൾ സെൻട്രൽ പാസ്റ്റർ വരണമെന്ന് അവർ നിർബന്ധിക്കും. പക്ഷേ ഒക്കുമെങ്കിൽ വരണം. ഞാൻ പറഞ്ഞു എന്താ ഇന്നാടെ ആ കുഞ്ഞാണോ? ആ കുഞ്ഞ് ഞാൻ വരിവിടെ അവൻ്റെ ഒക്കെ അടക്കത്തിന് പോയില്ലേ പിന്നെ ആരുടെ അടക്കത്തിനാണ് പോകുന്നത്. ഞാൻ വരാം. ഞാൻ ചെന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, MR അവൻ മരിച്ചെടുത്തപ്പോൾ അവൻ്റെ കൂടപ്പിറപ്പ് മയങ്ങി വീഴുന്നു. അവൻ അലറുന്നു, എനിക്കിനി ആരാ ഉള്ളേ? അവൻ്റെ കസിൻസ് കരയുന്നു, കൂലിപ്പണിക്കാരനായ കോളനിക്കാർ മുഴുവൻ കരയുന്നു. അപ്പൻ എഴുന്നേറ്റ് എന്നൊരു കാര്യം പറഞ്ഞു. അവനിങ്ങനെ ആയപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞു, അന്നത്തെ MP MLA ഒക്കെ വന്ന് പറഞ്ഞു, ഇവനെ നമുക്ക് സേഫായിട്ടൊരു സെൻറ്ററിലാക്കാം. കാരണം ഇവർ രണ്ടും കൂടെ ജോലി ചെയ്താലേ അവിടെ വീട് കൊടുത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോകും, നിങ്ങളുടെ അവസ്ഥയല്ലേ, അതുകൊണ്ട് ഞങ്ങളിവനെ ടേക്ക് കെയർ ചെയ്യാം, ഗവൺമെൻറ് സംവിധാനങ്ങളിലാക്കാനുള്ള എല്ലാ ക്രമീകരണം ചെയ്യാം. പക്ഷേ അവരപ്പനും അമ്മയും കൂടെ തീരുമാനിച്ചു, ഇല്ല വിട്ടുകൊടുക്കില്ല. അപ്പം കൂലിവില ചെയ്തു, അമ്മ അവനെ വളർത്തി. അനിയന് പ്രായമായപ്പോൾ അവന് ഞാൻ ചേട്ടനെ നോക്കി, പൊന്നുപോലെ നോക്കി. MR ആണെങ്കിലും അവൻ രാജാവിനെ പോലെ പോയി. ഇവിടെ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ തളർന്ന് ഒരു വർഷം കിടന്ന പോകാൻ നേരത്ത് ആരും കരയുന്നില്ല. പറയുന്നു, കർത്താവെ വിടുതൽ കിട്ടിയെന്ന്. ഞാൻ പോയി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം, എന്നാ ഒരു വിടുതലിന് വേണ്ടി. എന്താ വിടുതല ഇത്? പോകാൻ കിടക്കാനൊക്കൂ? ശാന്തമായിട്ടൊക്കെ പിന്നെ മറുപ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണേ. പക്ഷേ ഇവിടെ MR പറയുന്നു, അവൻ ഞങ്ങൾക്കൊരു ഭാരമല്ലായിരുന്നു. ഒറ്റ ദിവസം പോലും അവനെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. ശതാധിപൻ പഠിപ്പിച്ചൊരു പാഠം, നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകില്ല, നിന്നെ ഞാൻ നോക്കും. ഉത്തരാധുനിക ലോകത്ത് മനുഷ്യർക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഇന്നത്തെ വേൾഡ്. കോവിഡ് നമ്മളത് കണ്ട. കോവിഡിനൊരു രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു. ബൈ ഓർഡർ അല്ലായിരുന്നെങ്കിലും അതായിരുന്നു ഓർഡർ. എല്ലാ മെഡിക്കൽ അതോറിറ്റിയുടെ കയ്യിലും ആ ഓർഡർ എത്തിയിട്ടുണ്ടായിരുന്നു. രഹസ്യ ബ്രിട്ടൺ അല്ല. എന്താ, ആരോഗ്യമില്ലാത്ത പ്രായമുള്ളവരെ വെന്റിലേറ്ററിൽ കിടക്കുവാണെങ്കിൽ ചെറുപ്പക്കാർ വന്നാൽ എന്തോ മാറ്റിക്കോണം, വെന്റിലേറ്റർ മാറ്റിക്കോണം. ഹിറ്റ്ലറിയൻ പ്രിൻസിപ്പിളാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആരോഗ്യമുള്ളവൻ സംരക്ഷിക്കപ്പെട്ടാൽ മതി. അപ്പോൾ ആരോഗ്യമില്ലാത്തവനും ശതാധിപൻ പറയുന്നു, നീ ഞങ്ങൾക്ക് ഒരു ഭാരമല്ല. വേദവസം അവനെ നോക്കി പറയുന്നു, അവൻ ആരാ? യോഗ്യന. ആമൈ വാർത്തി, ഞാൻ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, എന്തോരം കാര്യങ്ങൾ ഇടപെടാനൊക്കെ ഉന്നുണ്ട്. നമ്മുടെ ഒരു ആരോ പറഞ്ഞെന്ന പോളിസിയുണ്ട്, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടാതെ അങ്ങ് ജീവിച്ചോണം. എല്ലാ ജനത്തിനൊരാവശ്യം വന്നാൽ, നമ്മുടെ സഭയ്ക്കൊരാവശ്യം വന്നാൽ നമ്മൾ ഇടപെട്ടില്ല, പിന്നെ ആരെ ഇടപെടുന്നേ? ജനത്തിൻ്റെ ആവശ്യങ്ങൾ ഇടപെടണം. 3, എൻ്റെ വിശുദ്ധി എൻ്റെ അയോഗ്യതയാണ്. ഇല്ലതൊന്നും പറയാനില്ലെങ്കിൽ നിർത്തി. 3, ഞാൻ അധികാരത്തിന് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടു. മത്സരിച്ചിട്ടുണ്ടോ? അധികാരത്തിനെതിരെ മത്സരിക്കരുത്. മത്സരികൾ എവിടെ പാർക്കും? ഭരണദേശത്ത് പാർക്കും. അബൈഡ് ടു ദ അതോറിറ്റീസ്, അബൈഡ് ടു ദ പേരൻസ്. നമ്മൾ വലിയ മിടുക്കരൊന്നും ആയിരിക്കത്തില്ല, അവരൊക്കെ വലിയ കഴിവില്ലായിരിക്കും. അവർ ചിലപ്പം ഐഡിയോളജിക്കൽ ക്ലാഷസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മൾ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് അവർ സമ്മതിക്കണമെന്ന് നിർബന്ധമില്ല. വെയിറ്റ് ആൻഡ് സീ, എല്ലാം ശരിയാവും. സാധനമായിട്ടൊക്കെ ഇന്ന് ഇരിക്കുക, ഉതയ്ക്കരുത്, വഴക്കുണ്ടാക്കല്ലേ. കാരണം അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. കുറച്ചുകൂടെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടണം, സ്നേഹിക്കണം. കുറച്ചുകൂടെ എൻ്റെ പാസ്റ്ററെ വിധേയപ്പെടണം. കണ്ണടച്ച് പ്രാർത്ഥിച്ച്, ഞാൻ യോഗ്യനാണ്, ഞാൻ മത്സരിച്ചു. ഒരു വാക്കെങ്കിലും പറഞ്ഞതൊരു വാളായിട്ട് മേളിൽ കിടപ്പുണ്ടോ? കോപത്തിൽ ഞാനെന്ന് പറഞ്ഞു പോയതാ പുത്രദുഃഖം. ഞാനിതെന്തിനാ പരസ്യമായിട്ട് പറയുന്നത്? എൻ്റെ സങ്കടം തീർക്കുക പ്രിയരെ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇത് പറഞ്ഞു തീർക്കണ്ടേ? കാരണം അമ്മ മരിച്ചു പോയില്ലേ. ഞാനിത് ആരോടെ പറയുക?
അധികാരത്തിന് കീഴ്പ്പെടണ്ടേ? ഉതയ്ക്കരുതേ. ഞാൻ യോഗ്യനല്ല യേശുവേ, സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല. നന്മ എങ്കിലും നീ ഇത്ര നല്ല നാട്ടൊലീവ തീർന്നിട്ടും കായ്ച്ചതില്ല ഞാൻ. നാട്ടൊലി ഈ കൊമ്പിനെ തള്ളി ഞാൻ യോഗ്യനല്ല കർത്താവേ. ഒരു ദാസൻ സേർവൻ്റ് മരിച്ചാൽ എന്ത്, മരിച്ചില്ലെന്ത്? ഈ സെഞ്ചുറിയന് അവൻ മരിച്ചാൽ ഒരടക്കം, അതിലപ്പുറം എന്താ ഈ സെഞ്ചുറിയന്? പക്ഷെ സെഞ്ചുറിയൻ പറയുന്നു, എൻ്റെ ദാസനെ രക്ഷിക്കണം. അവനും ഞാനും തമ്മിലുള്ള ബന്ധം ഉടമയും വേലക്കാരനും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ അതിലപ്പുറം ഒരു ബന്ധം ശതാധിപൻ കാണുന്നു. നീ എൻ്റെ വീട്ടിലാ. ആരുമല്ലാത്തവന് തോന്നുന്നു ഞാനൊരു ഭാരമല്ലെന്ന്. അവൻ യോഗ്യന. മനുഷ്യർക്ക് മനുഷ്യന് ഭാരാ. ഒരു പ്രത്യേക സാഹചര്യത്തിലൊരു മരണ വീട്ടിൽ പ്രസംഗിക്കുക. അപ്പോൾ അന്ന് മകനും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മകൻ കാണാതൊക്കെ ഇരിക്കുന്ന കാലങ്ങളിലാണ് അമ്മ മരിക്കുക. ആയിക്കോട്ടെ, അപ്പം എനിക്ക് അതിനകത്തൊരു സങ്കടമുണ്ട്. ഞാനൊന്നും കൊള്ളിച്ചും കൊണ്ടും അല്ലാതൊക്കെ പ്രസംഗിച്ചു. നമ്മുടെ എല്ലാ ദണ്ഡവും തീർക്കുന്ന എവിടെ? പ്രസംഗത്തിലാണ്. എന്നിട്ട് ഞാൻ പ്രസംഗിച്ചു, ഓൾ മലയാളീസ് ആർ ഗുഡ് സിംഗേഴ്സ് ബട്ട് വി ആർ ഗുഡ് ബാത്റൂം സിംഗേഴ്സ്. നമ്മൾ ബാത്റൂമിലാണ് മലയാളികൾ. ഇപ്പോഴാണ് അങ്ങനെ. മറ്റേ ബാത്റൂമിൽ വലിയ പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കുന്ന എപ്പോഴാണെന്നറിയാം? ബാത്റൂമിൽ പാടുന്നത് സോപ്പിടുമ്പോഴാണ്. പൂക്കളെ പിയേഴ്സ് ഇട്ട് ഒരുക്കുമ്പോഴാണ് എന്ത് വരുന്നേ? പാട്ട് വരുന്നത്. പൂക്കൾ ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാ. എന്നിട്ട് ഞാനൊരു സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞ സംഭവം ഇതായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു തമിഴ് സഹോദരന്
അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് ഒറ്റ മോനേ ഉള്ളൂ, പുള്ളി അങ്ങ് വല്ലാതായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, ഞാനും വരാം. ഞാനും ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് തെക്ക് തമിഴ്നാട്ടിൽ പോവാം. രാത്രിയിലാണ് പോകുന്നേ. ഇദ്ദേഹത്തിന് ഒത്തിരി സങ്കടമാണ്, ഒറ്റ മോനേ ഉള്ളൂ, അമ്മ മരിച്ചു, ആ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ പോയി ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി അവിടെ എത്തിച്ചു. ഞങ്ങൾ വെളുപ്പിന് അവിടെ എത്തുമ്പോൾ ഒരു ലേറ്റ് നൈറ്റിൽ അവിടെ എത്തുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ പെട്ടെന്ന് നിന്നെ നോക്കി കിടക്കുക, നിന്നെ നോക്കി കിടക്കുക. ഞാൻ വിചാരിച്ചില്ലേ, ചെല്ല്. ചെന്നപ്പോൾ അവർ അമ്മ ഇങ്ങനെ ഒരുക്കി വെള്ളമൊക്കെ പുതച്ച് കിടപ്പേക്കുക. മരിച്ചു പോലെ കിടക്കുന്നു, ചുറ്റും ഇരിക്കുന്നു CSIക്കാരാണ്. അവരെല്ലാം പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒത്തിരി പേര് അവരെല്ലാം ഇരിക്കുക. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സത്യമാണ്, തൊണ്ടക്കുഴി ഒരു അനക്കമുണ്ട്. ഞാൻ ഒരു കാഴ്ച കണ്ട്, ഈ മോൻ മുട്ടുകുത്തി അമ്മയെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറേ ഉമ്മയെല്ലാം കൊടുത്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ താത്തയല്ലേ അപ്പൻ, താത്തയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ അത്ഭുതം, ഈ അമ്മ കണ്ണു തുറന്നു, ഈ മോനെ നോക്കി ചിരിച്ച്, ഒരു ചിരി, ഒരു തുള്ളി കണ്ണീര് ടപ്പേ നടച്ചു. അപ്പം ഈ അമ്മ ആരെ നോക്കി കിടക്കുക? ഞാൻ ഈ സംഭവം പറഞ്ഞു, അമ്മ കാത്തിരിക്കുന്ന അമ്മയാണ്. പിന്നെ എൻ്റെ ഒരു ശൈലിയിലൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 1 മാസം 2 മാസം കഴിഞ്ഞ് ഞാൻ അതുവഴി വരുമ്പോൾ റോഡ് ബ്ലോക്കായി. റാന്നി ബ്ലോക്കാണ്, കോഴഞ്ചേരി റാന്നി റോഡ് ബ്ലോക്കാണ്. ഞാൻ അതുവഴി നടന്നിറങ്ങി വരിക. അപ്പോൾ വന്നപ്പോൾ എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞ് വണ്ടി ഓടിക്കുക. ഞാൻ ചുമ്മാ ഇറങ്ങി നോക്കട്ടെ, എന്താ ആക്സിഡൻറ്റ് വല്ലതാണോ, അത് മനുഷ്യനെ കാണാമല്ലോ. ഞാൻ പതുക്കെ ഇറങ്ങി, ഈ പതുക്കെ വന്നാൽ മതി ബ്ലോക്ക് മാറട്ടെ. ഞാൻ ഇങ്ങനെ നടന്നു വരിക. ഒരു പയ്യൻ എന്നെ വിളിച്ചു, റാന്നിക്കാരനാ, ഒരു ഹൈന്ദവ സഹോദരനാ. പ്രിൻസേ, നീ ഇവിടെ നിന്നേ, എനിക്കെല്ലാം അറിയാം. അല്ല, ഞാൻ നിന്നെ ഇനി എന്താ വിളിക്കണ്ടേ, പ്രിൻസ് എന്ന് വിളിക്കണോ, പാർഷ എന്ന് വിളിക്കണോ? ഞാൻ നീ എന്നെ പ്രിൻസ് എന്ന് വിളിച്ചാൽ മതി, നമുക്ക് അമ്മ അറിയാവുന്നവരല്ലേ. എടാ, എന്നാലും ഞാൻ ആ മരണത്തിനുണ്ടായിരുന്നു. ഏത് മരണത്തിനും? അമ്മച്ചിയുടെ മരണത്തിനുണ്ടായിരുന്നു. ഏട്ടാ, അന്ന് തൊട്ട് ഞാനങ്ങ് വല്ലതായടാ, നിൻ്റെ ഒരു പ്രസംഗം എൻ്റെ ഉറക്കം കെടുത്തി. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എടാ, ഞാൻ ഒറ്റ മോനാന്ന് നിനക്കറിയത്തില്ലേ? അറിയാം. ഞാൻ സൗദി ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് അസുഖമായി. എന്നിട്ട് എന്തോ ചെയ്യാനാ, അമ്മയ്ക്ക് അസുഖമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങ് പോന്നു. അറബ പറഞ്ഞ് പോയാൽ ജോലി പോകുന്നു, കുന്തം ഞാൻ പോട്ടെന്ന് ഞാൻ കളഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അമ്മയെ കാണട്ടെ, പിന്നെ എന്തോ ജോലിയാണ്. എന്നിട്ട് ഞാൻ വന്നു. എന്നിട്ട് രാത്രിയിലാണ് വന്നേ. എന്നിട്ട് നേരം വെളുക്കോളം അമ്മയുടെ വിടുന്നു. എന്നിട്ടെന്തോ പറ്റി? വെളുത്തപ്പോൾ അമ്മ മരിച്ചടാ. ഞാൻ പറഞ്ഞു, പുണ്യവാൻ, ഭാഗ്യവാൻ, അമ്മയുടെ അടുത്തിരുന്നില്ലടാ. അല്ലടാ, ഞാൻ വരണ്ടായിരുന്നടാ. ഞാൻ ചോദിച്ചാൽ അതന്നെ, വന്നില്ലായിരുന്നു, ഇപ്പോഴും ചാകാതെ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കത്തില്ലായിരുന്നു. അപ്പോൾ അമ്മയെ കൊന്ന ഞാനല്ലടാ, അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ കാണാൻ ഞാനങ്ങ് വരണ്ടായിരുന്നല്ലേ. എൻ്റെ തമ്പുരാനെ, ഈ ചെറുക്കന് അത്രയും ബോധം ഉണ്ടായില്ല, അത്രയും ബോധം ഉണ്ടായില്ല. അവരെനിക്കൊരു ഭാരമല്ലെന്നൊരിക്കൽ ചോദിക്കണ്ടേ? അതാണ് യോഗ്യത. ഒരിക്കലെങ്കിലും തോന്നിപ്പിക്കണം, ഒരാൾക്ക് അസുഖം വന്ന കിടപ്പിലായ അവനൊരു ഭാരമല്ല. ഇന്നും ഇച്ചിരി ബുദ്ധിമുട്ടായ കുഞ്ഞുങ്ങൾ പോലും നമുക്ക് ഭാര. പക്ഷെ ഭാരമല്ലാതെ അവരെ ചേർത്ത് പിടിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഉന്നത ദർശനമുള്ളവരുണ്ട്. വയറ്റിൽ കിടക്കുമ്പം കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും എല്ലാവരും പറഞ്ഞിട്ടും കർത്താവിന് വേണ്ടി സ്വീകരിച്ച് അതിനെ പദവിയായി കാണുന്ന എത്രയോ പേരെ ഞാൻ കണ്ടു. അവർക്കൊറ്റ കാര്യം പറയാവുള്ളൂ, ഒരു ഭാരമാണെങ്കിലും കർത്താവിൽ ഞങ്ങൾക്കിതൊരു ഭാരമല്ല. അവരെക്കുറിച്ച് വേദോസം പറയുന്നു, നീ ആരാ? യോഗ്യന. 5 കാര്യങ്ങൾ. 1, ജനത്തെ സ്നേഹിച്ചു. 2, പ്രശ്നങ്ങളിൽ ആവശ്യങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. 3-ാമത്തെ കാര്യം, സ്വന്തം യോഗ്യതയല്ല കണ്ടത്, എന്ത് കണ്ടു? അയോഗ്യത കണ്ടു. 4-ാമത്തെ കാര്യം, എന്തിന് കീഴ്പ്പെട്ടു? അധികാരത്തിന് കീഴ്പ്പെട്ടു. 5-ാമത്തെ കാര്യം, അവന് തോന്നി ഞാൻ അവനൊരു ഭാരമല്ല, അവൻ ദാസൻ, പക്ഷേ ഞാൻ അവനെ നോക്കും. എൻ്റെ വീട്ടിൽ. അപ്പം കർത്താവ് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഞാൻ വരണ്ട, ഒരു വാക്ക് മതി. എൻ്റെ ഒരു വാക്ക് നിൻ്റെ വീട്ടിൽ അത്ഭുതം ചെയ്യും. ഏത് വീട്ടിൽ? ഇങ്ങനെയുള്ള വീട്ടിൽ തമ്പുരാൻ വരുമെന്നും വേണ്ട, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത്ഭുതം നടക്കും. ഇങ്ങനെയുള്ള വീട്ടിൽ ഒരു വാക്ക് മതി പ്രതിഫലിക്കാൻ. കരമടിച്ച് സ്തുതിച്ചേ. ഈ വീട്ടിൽ യേശു വരണമെന്നില്ല, ഈ വീട്ടിൽ പാസ്റ്റർമാർ വരണമെന്നില്ല. ഈ വീട്ടിൽ ഒരു വാക്ക് അത്ഭുതം ചെയ്യും. എന്താ? അതിന് യോഗ്യതയാ. അത് യോഗ്യതയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്ധിയിൽ ഒന്ന് സമർപ്പിക്കണമെന്ന് തോന്നുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാവുന്നവരാ പ്രാർത്ഥിക്കുക. എങ്ങനെ വെള്ളം പ്രാർത്ഥിക്കാം കേട്ടോ. മുട്ട നിൽക്കാൻ ആരോഗ്യമുള്ളവർ തോന്നുന്നവരും മുട്ട നിന്നു, ആരോഗ്യമുള്ളവർ മാത്രം. 1 മുട്ട നിൽക്കണം തോന്നുന്നവരും മുട്ട നിന്ന് പ്രാർത്ഥിക്കാം. 1 മുട്ട നിൽക്കണം തോന്നുന്നവരും മുട്ട നിന്നു, ആരോഗ്യമുള്ളവർ മാത്രം. 1 മുട്ട നിൽക്കണം തോന്നുന്നവരും മുട്ട നിന്നു, ആരോഗ്യമുള്ളവർ മാത്രം. 1 മുട്ട നിൽക്കണം തോന്നുന്നവരും മുട്ട നിന്നു, ആരോഗ്യമുള്ളവർ മാത്രം.
കൈ ഉയർത്തി പ്രാർത്ഥിക്കണം തോന്നുന്നവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. അതല്ല എൻ്റെ ജീവിത പങ്കാളിയുടെ ഒക്കെ ഒന്ന് പോയി നിന്ന് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണം തോന്നുന്നവർക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മ അപ്പ ഇവിടെ ഉണ്ട്, ഒന്ന് അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം. ഫ്രീ ടു ഡൂ ദാറ്റ്. ചേട്ടൻ പറഞ്ഞെന്നെ നോക്കിയേ, നിങ്ങൾക്ക് എന്ത് അങ്ങനെയൊക്കെ ചെയ്യാം. There is spirit, there is liberty. അപ്പനും അമ്മയും അടുത്തുണ്ടെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കാം. ഒരു വയ്യാത്ത കൂടപ്പുറപ്പുണ്ടെങ്കിൽ പറയാം, നിനക്ക് ഞാനുണ്ടെന്ന്. മരിക്കുന്നതും വരെ നിനക്ക് ഞാൻ കാണാം. അവൻ യോഗ്യൻ. അവൻ്റെ വീട്ടിൽ തമ്പുരാൻ പോകേണ്ട ഒരു വാക്ക് മതി. ഒരു വാക്ക് മതി, ഒറ്റ വാക്ക്. ഇനിയും അധികാരത്തോട് മത്സരിച്ച് വല്ല ഏറ്റു പറയാനുണ്ടെ പറഞ്ഞോണേ. ഒരു വാക്ക് എവിടെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, അധികാരത്തോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നും പൊറുക്കാത്തൊരു മുറിയുമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. പുത്രദുഃഖം. കർത്താവ് ക്ഷമിച്ചു എന്ന് എനിക്കറിയാമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ മുറിവ് പുറത്തിട്ടില്ല. എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പാടായിട്ടുണ്ട് ഇപ്പോഴും. വർത്തി യോഗ്യനാക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തമാണ്. കർത്താവാണ് നീതീകരിക്കുന്നത്. ഞാൻ അതെല്ലാം ഒഴിവാക്കിയല്ല പറയുക കേട്ടോ. പ്രവൃത്തികളല്ല നീതീകരണം. ഐ നോ ദാറ്റ്. ചെയ്യുക ജാതിപൻ യോഗ്യന. നിന്റെ വീട്ടിൽ ഞാൻ വരണ്ട, ഒരു വാക്ക് മതി. ഇത്ര വലിയ വിശ്വാസം എവിടെ കണ്ടേ? നാട്ടൊലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ എൻ്റെ അപ്പ ൂപിക്കും എന്റെ അപ്പ ഓ ഇത്ര നല്ല ഓ ഇത്ര നല്ല അവൻ്റെ വീട്ടിൽ ഒരു വാക്ക് മതി കേട്ടോ. ആ വീട്ടിൽ വലിയ കാര്യമൊന്നും നടക്കണ്ട, ഒരു വാക്ക് പ്രതിധ്വനിക്കും ഇങ്ങനെയുള്ള വീട്ടിൽ. ആ വചനത്തെ ഒന്നിനും തടയാനൊക്കത്തില്ല ഒരു അവകാശത്തിലും. നിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ നോക്കൂടാ. അവിടെ ഒരു വാക്ക് മതി, ഒരു വാക്ക്, ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്. ഒറ്റ വാക്ക്. പിതാവേ, ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ ഒന്ന് സ്വയശോധന ചെയ്യാൻ സഹായിക്കണം. ആ ഒരു വാക്കിന് ഞങ്ങൾ അർഹരാണ്. ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ലെന്ന് അങ്ങ് പറയുമോ? സമർപ്പിക്കുന്ന ഈ ഏഴയെ ഒരു വാക്ക് മതി,
എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും ഒരു വാക്ക് മതി. കർത്താവേ, കരുണയാകണമേ.